സഹോദരന്മാരെ, ഞാന് മൈക്കിലുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീന സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفمن شرح الله صدره للإسلام فهو على نور من ربه فويل للقاسية قلوبهم من ذكر الله أولئك في ضلال مبين. صدق الله العظيم وصدق وبلغ رسوله النبي الحبيب الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. أستغفر الله من قول بلا عمل لقد نسبت به نسلا لذي قومي أمرتك الخير لكن ما ائتمرت به وما استقمت فما قولي لك استقمي ولا تزودت قبل الموت نافلة ولم أصلي سوى فرض ولم أصومي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, റേഡിയോ വഴി ക്ലാസ് റൂമിന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളായ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ അതിന്റെ ബഹുമാന്യരായ നായകന്മാരുടെ നേതൃത്വത്തിലും നിയന്ത്രണത്തിലും നിർദ്ദേശങ്ങൾക്കനുസരിച്ചും നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദഅ്വാ പ്രവർത്തനങ്ങളെയും റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഉത്തരോത്തരം വിജയത്തിലേക്കെത്തിക്കുകയും നാളെ മഹ്ശറ വൻസഭയിൽ നന്മ തിന്മകൾ തൂക്കിക്കണക്കാക്കുന്ന ദിനത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കോടതിയിൽ മീസാനിന്റെ ഹസനാത്തിൽ ഭാരമേറിയ അമലായി റബ്ബുൽ ഇസ്സത്ത് നമുക്കിതിനെ അനുഭവപ്പെടുത്തി തരികയും ചെയ്യട്ടെ. ആമീൻ എന്ന് മുഖവുരയായി പ്രാർത്ഥിച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ കഴിഞ്ഞയാഴ്ച നമ്മൾ പറഞ്ഞുവച്ചതിന്റെ തുടർച്ചയെന്നോണം നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
പറയാനുദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഭംഗിയായി പറയാനും അത് കേട്ട് ജീവിതം കൂടുതൽ ഇസ്ലാമികവൽക്കരിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുമറിൽ സത്യവിശ്വാസം ഉൾക്കൊണ്ട ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകമായി നൽകുന്ന ഒരു നിയന്ത്രണത്തെ, ഒരു ഇസ്മത്തിനെ അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് പിടിക്കാൻ കൊടുക്കുന്ന ഒരു ഹബിലിനെ ജീവിതയാത്രയിൽ, ഇരുട്ട് നിറഞ്ഞ യാത്രയിൽ സുഗമമായി നടന്നു നീങ്ങാൻ സഹായകമാകുന്ന നൂറിനെ ഒക്കെയാണ് ഇവിടെ ഓതിക്കേൾപ്പിച്ച ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. അല്ലാഹു ആരുടെയെങ്കിലും ഹൃദയത്തെ ഇസ്ലാമിലേക്ക് തുറന്നുകൊടുത്താൽ അവൻ പിന്നെ അവന്റെ നാഥന്റെ പ്രകാശത്തിന്മേലാണ്. ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ്. ആയതിനാൽ അല്ലാഹുവിന്റെ സ്മരണയെ തൊട്ട് ഹൃദയം കടുത്തുപോയവർക്കാണ് നാശം. ഉലൈക ഫീ ളലാലിൻ മുബീൻ. അവർ വ്യക്തമായ ദുർമാർഗത്തിലാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയം തുറന്നു നൽകുന്ന ഒരു വിഭാഗത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തെ സീലുവെച്ച് പൂട്ടി, പിന്നെ അതിലേക്ക് അല്ലാഹുവിന്റെ പ്രകാശം കടക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്ത ഒരു വിഭാഗത്തെ പരിശുദ്ധ ഖുർആനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറയിലും സൂറത്തു യാസീനിലുമൊക്കെ കാണാം ഖതമല്ലാഹു അലാ ഖുലൂബിഹിം. അല്ലാഹു അവരുടെ ഹൃദയത്തിൽ സീലുവെച്ച് പൂട്ടിയിരിക്കുന്നു. ഇനി അങ്ങോട്ട് അല്ലാഹുവിന്റെ നൂറ് കടക്കുകയില്ല. ഇവിടെ അല്ലാഹു സൂറത്തു സുമറിൽ പറഞ്ഞത് അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. ഒരാളുടെ ഹൃദയത്തെ അല്ലാഹു ഇസ്ലാമിലേക്ക് തുറന്നുകൊടുത്താൽ, വിശുദ്ധ ഇസ്ലാം സ്വീകരിക്കാനും അത് ഉൾക്കൊള്ളാനും ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിയാൽ, അതിനർത്ഥം പിന്നീട് അവന്റെ ജീവിതം അല്ലാഹു നൽകുന്ന പ്രത്യേക പ്രകാശത്തിലായിരിക്കും എന്നാണ്. അത് തുടക്കം മുതൽ മനസ്സിലാക്കുമ്പോൾ ഒരാൾക്ക് അടിസ്ഥാനപരമായി വിശ്വാസമുണ്ടെങ്കിൽ, അടിസ്ഥാനപരമായി ഒരാൾ മുഅ്മിനാണെങ്കിൽ അയാൾക്ക് അല്ലാഹുവിന്റെ ഈ പ്രകാശം കിട്ടുന്നുണ്ട്. പക്ഷേ അയാളത് അയാളിലേക്ക് വന്ന് പതിക്കുന്നതിനെ അയാള് തടയുകയാണ്. ദോഷങ്ങൾ കൊണ്ടും അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ജീവിത രീതി കൊണ്ടും അല്ലാഹുവിന്റെ പ്രകാശം അയാളിലേക്ക് കടന്നുവരുന്നതിനെ അയാൾ തടഞ്ഞു നിർത്തുകയാണ്. അയാൾക്ക് അല്ലാഹു പ്രകാശം കൊടുക്കുന്നുണ്ട്. എന്നാൽ കാഫിറിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ പ്രകാശം അവന് കിട്ടുന്നില്ല. മുഅ്മിൻ അടിസ്ഥാനപരമായി ഈമാനുണ്ട്, അടിസ്ഥാനപരമായി അവൻ മുസ്ലിമാണ്, ജീവിത രീതികൾ ശരിയില്ല, എന്നാലും അവന് അല്ലാഹുവിന്റെ നൂറ് അവനിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അതിലൂടെ നടന്നു നീങ്ങാൻ അവൻ സാധിക്കാത്തത് ദോഷങ്ങൾ കൊണ്ട്, അല്ലാഹു ഇഷ്ടപ്പെടാത്ത ജീവിത രീതികൾ സ്വീകരിച്ചതിന്റെ പേരിൽ,
അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രകാശം അവനിലേക്ക് എത്തുന്നതിനെ അവൻ തന്നെ, അഥവാ ഈ അടിമ, ആ മനുഷ്യൻ തന്നെ അല്ലാഹുവിന്റെ നൂറ് അവനിലേക്ക് എത്തുന്നതിനെ തടയുകയാണ്, അല്ലെങ്കിൽ അതിനെ തൊട്ടവൻ തിരിഞ്ഞുകളയുകയാണ്. കാഫിറിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ പ്രകാശം അവന് തീരെ അല്ലാഹു നൽകുന്നില്ല. എന്നാൽ ഇനി മുഅ്മിനായ മനുഷ്യന് ഈ പ്രകാശം കിട്ടാൻ അവന്റെ ജീവിതത്തെ അവൻ ഇസ്ലാമികവൽക്കരിക്കേണ്ടതുണ്ട്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ജീവിതത്തെ അവൻ വിമലീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ ജീവിതത്തെ വിമലീകരിക്കാനുള്ള ചില നിർദ്ദേശങ്ങളെയാണ് വിശുദ്ധ ഇസ്ലാം ഹുസ്നുൽ ഖുലുഖ് എന്ന പേരിൽ പഠിപ്പിച്ചിട്ടുള്ളത്. അത് സംബന്ധമായ ചില ചർച്ചകളായിരുന്നു കഴിഞ്ഞ 1-2 ആഴ്ചകളിൽ നമ്മൾ ചെറിയ രൂപത്തിൽ ഇവിടെ നടത്തിയത്. മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് സംബന്ധമായി പറയുന്നുണ്ട്. അൽ ഖുലുഖുൽ ഹസനു അഫ്ളലു അഅ്മാലി സുദ്ദീഖീന വഹുവ അല തഹ്ഖീഖി ശത്റുദ്ദീൻ വഹുവ സമറത്തു മുജാഹദത്തിൽ മുത്തഖീൻ വരിയാളത്തിൽ മുതഅബ്ബിദീൻ والأخلاق السيئة هي السموم القاتلة والهلكات الدامغة والمخازي الفاضحة والرذائل الواضحة. സൽസ്വഭാവം എന്ന് പറയുന്നത് സത്യസന്ധത കൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ സാധിച്ച അവന്റെ പ്രത്യേകക്കാരായ ഇഷ്ടദാസന്മാർക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രത്യേകമായ കർമ്മങ്ങളാകുന്നു. സുദ്ദീഖീങ്ങളുടെ അമലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാകുന്നു, അമലാകുന്നു ഹുസ്നുൽ ഖുലുഖ് എന്നുള്ളത്. അത് ഈമാനിന്റെ അർദ്ധഭാഗം കൂടിയാകുന്നു. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ഭൂമിയിൽ ജീവിക്കുക വഴി അല്ലാഹുവിന്റെ ഇഷ്ടം സമ്പാദിക്കാൻ സാധിച്ചവർ ജീവിതത്തോട് ചെയ്യുന്ന അതികഠിനമായ സമരം, സ്വന്തം ആഗ്രഹങ്ങളോടുള്ള ധർമ്മസമരം, ആ സമരത്തിന്റെ ഫലമാകുന്നു സൽസ്വഭാവം എന്നുള്ളത്. എന്നാൽ ദുസ്വഭാവം അത് മനുഷ്യത്വത്തെ കൊന്നുകളയുന്ന ദുർവൃത്തികളാകുന്നു. മനുഷ്യനെ അത് പരമമായ നാശത്തിലേക്കും ജീവിതത്തെ വഷളത്തരത്തിലേക്കും അത് നയിക്കും. അങ്ങനെ അവന്റെ ജീവിതം വ്യക്തമായ നിന്ദ്യതയിലാകും. അവൻ അധമന്മാരിൽ പെട്ടുപോകാൻ അത് അവന് കാരണമായി തീരും എന്നെല്ലാം മഹാനായ ഇമാമുന ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി സൽസ്വഭാവത്തിന്റെ പ്രത്യേകത സംബന്ധിച്ചുള്ള ചർച്ചയിൽ പറയുന്നതായി കാണുന്നു. മേലുദ്ധരിക്കപ്പെട്ട ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൽസ്വഭാവികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ ഒരു നൂറ് നൽകും എന്നാണ്. അഥവാ ആ നൂറിൽ നടന്നു നീങ്ങാൻ സൗഭാഗ്യം സിദ്ധിച്ചവരാണ് സൽസ്വഭാവികൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്ത് സ്വഹാബത്തിന് കേൾപ്പിച്ചു കൊടുത്തപ്പോൾ അഫമൻ ശറഹല്ലാഹു സദറഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അതല്ല പ്രവാചകരെ, മനുഷ്യന്റെ ഹൃദയം വികസിക്കുകയും ചുരുങ്ങുകയുമൊക്കെ ചെയ്യുമോ? എങ്ങനെയാണ്
കൈഫ ഇൻഷിറാഹു സ്വദരി, എങ്ങനെയാണ് പ്രവാചകരെ ഹൃദയവിശാലത അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തെ വിശാലമാക്കി കൊടുക്കും, തുറന്നു കൊടുക്കും എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, ഇദാ ദഖലൻ നൂറു അൽ ഖൽബ ഇൻഷറഹ വൻഫസഹ, ഹൃദയത്തിൽ പ്രകാശം അങ്ങോട്ട് കടന്നു ചെന്നാൽ അത് വികസിക്കുകയും വിശാലമാവുകയും ചെയ്യും. ഫഖുൽനാ യാ റസൂലല്ലാഹ്, ഞങ്ങൾ ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഫമ അലാമത്തു ദാലിക, അങ്ങനെ ഹൃദയം വികസിക്കുകയും വിശാലമാവുകയും ചെയ്യുന്നു എന്നതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഇനാബത്തു ഇലാ ദാരിൽ ഖുലൂദി വത്തജാഫി അൻ ദാരിൽ ഖുറൂർ വത്തഅഹുബു ലിൽ മൗതി ഖബ്ല നുസൂലിൽ മൗത്ത്. സദഖ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഇനാബത്തു ഇലാ ദാരിൽ ഖുലൂദി, ശാശ്വതമായ ഭവനത്തിലേക്കുള്ള മടക്കമാകുന്നു, അഥവാ പാരത്രിക ലോകത്തേക്കുള്ള ചിന്ത വർദ്ധിക്കുക എന്നതാകുന്നു. വത്തജാഫി അൻ ദാരിൽ ഖുറൂരി, വഞ്ചന നിറഞ്ഞ ഈ ലോകത്തോടുള്ള അകൽച്ചയും ആകുന്നു. വത്തഅഹുബു ലിൽ മൗതി ഖബ്ല നുസൂലിൽ മൗത്ത്, മരണം വരുന്നതിന്റെ മുമ്പ് തന്നെ അതിന് തയ്യാറായിരിക്കുക എന്നതും ആകുന്നു. അല്ലാഹുവിന്റെ നൂറ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കടന്നു ചെന്നു എന്നതിന്റെ അടയാളം, അല്ലെങ്കിൽ അവന്റെ ഹൃദയത്തിന് വിശാലത കിട്ടിയിരിക്കുന്നു എന്നതിന്റെ അടയാളമെന്ന് ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞുകൊടുത്തതായി നേരത്തെ ഓതിയ ആയത്തിന്റെ തഫ്സീറിൽ മഹാനായ ഇമാം ത്വബരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്നതായി കാണുന്നു. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ പ്രകാശം ജീവിതത്തിനു നൽകിയവർ, അവരുടെ ജീവിതത്തിന് പ്രത്യേകമായ വെളിച്ചമുണ്ടാകും. മഹാനായ ജുനൈദുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ സൽസ്വഭാവവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടയിൽ പറയുന്നത്, അർബഉൻ തർഫഉൽ അബ്ദ ഇലാ അഅല ദറജാതി വഇൻ ഖല്ല ഇൽമുഹു, 4 കാര്യങ്ങൾ അല്ലെങ്കിൽ 4 സ്വഭാവങ്ങൾ ഒരു മനുഷ്യനെ ഉന്നതമായ പദവികളിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകും. അവന് വിവരം കുറവാണെങ്കിലും ശരി, ഇൽമ് കുറവാണെങ്കിലും ശരി. 4 സ്വഭാവങ്ങൾ മനുഷ്യന് അല്ലാഹുവിങ്കൽ ഔന്നിത്യം നൽകുന്നതാണ്, അല്ലാഹുവിങ്കൽ ഉന്നതമായ പദവി അവന് നേടിക്കൊടുക്കുന്നതാണ്, ഇൽമ് കുറവാണെങ്കിൽ പോലും. ആലിമീങ്ങൾക്ക്, ഉലമാ ഉൽ ആഖിറത്തിന് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ട്. എന്നാൽ വലിയ വിവരമൊന്നുമില്ലാത്ത, വലിയ ആലിമൊന്നുമല്ല, പക്ഷേ അവൻ ഇനി പറയാൻ പോകുന്ന 4 പ്രധാനപ്പെട്ട സ്വഭാവങ്ങളുണ്ട് എങ്കിൽ ആ സ്വഭാവങ്ങൾ അവന് അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നതമായ പദവി നേടിക്കൊടുക്കുന്നതാണ് എന്ന് മഹാനായ ജുനൈദുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വിശദീകരിച്ചു തരുന്നു. അതിൽ ഒന്നാമത്തത് അൽ ഹിൽമു, സഹനമാകുന്നു. രണ്ടാമത്തത് വത്തവാളു, വിനയമാകുന്നു. 3 വസ്സഖാഉ, ധർമ്മ താൽപര്യമാകുന്നു അല്ലെങ്കിൽ ദാനശീലമാകുന്നു. വഹുസ്നുൽ ഖുലുഖി, സൽസ്വഭാവവും ആകുന്നു. ഇതിനെ ഇൻഷാ അല്ലാഹ് തുടർന്ന് വിശദീകരണത്തിലേക്ക് പോകാം. മഹാനായ ഇമാമുന ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അത് സംബന്ധമായി വീണ്ടും പറയുന്ന ഒരു ഉദ്ധരണി ഇങ്ങനെയാണ്: ഖംസും മിനൽ അഖ്ലാഖി ഹിയ മിൻ അലാമാത്തി ഉലമാഇൽ ആഖിറ. 5 സ്വഭാവങ്ങൾ അത് പാരത്രിക ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഒരുക്കിയിട്ടുള്ള പണ്ഡിതന്മാർ, ഉലമാ ഉൽ ആഖിറ, ആഖിറത്തിനു പ്രാധാന്യം കൊടുക്കുന്ന പണ്ഡിതന്മാർ,
ആഖിറത്തിനെ ഭയപ്പെടുന്ന പണ്ഡിതന്മാർ കേവല ഭൗതിക പണ്ഡിത വേഷധാരികളല്ല, മറിച്ച് ഇൽമ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതുകൊണ്ട് അല്ലാഹുവിന്റെ അടുക്കൽ സാമീപ്യം നേടണം, അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നതമായ ദറജാത്ത് കരസ്ഥമാക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി ആ ഇൽമിനെ ദുനിയാവിൽ ഉപയോഗിച്ചവർ ഉലമാഉൽ ആഖിറ. അവരുടെ അടയാളങ്ങളിൽപ്പെട്ടതാണ്, സ്വഭാവങ്ങളിൽപ്പെട്ടതാണ് ഖംസുൻ 5 കാര്യങ്ങൾ, മിനൽ അഖ്ലാഖി സ്വഭാവങ്ങളിൽപ്പെട്ട 5 സ്വഭാവങ്ങൾ, ഹിയ മിൻ അലാമാത്തി ഉലമാഇൽ ആഖിറ ആഖിറത്തിന്റെ ഉലമാക്കളുടെ പാരത്രിക നേട്ടം, അല്ലാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനം, അല്ലാഹുവിന്റെ തൃപ്തി ലക്ഷ്യമാക്കി ജീവിക്കുന്ന പണ്ഡിതന്മാരുടെ അടയാളങ്ങളാകുന്നു. ആ 5 അടയാളങ്ങളും മഫ്ഹൂമത്തും മിൻ 5 ആയാത്തിൻ മിൻ കിതാബില്ലാ, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിലുള്ള 5 ആയത്തുകളിൽ നിന്ന് മനസ്സിലാകുന്ന 5 സ്വഭാവങ്ങളാകുന്നു അവ. ഒന്നാമത്തത് അൽ ഖശ്യതു, അല്ലാഹുവിലുള്ള പേടിയാണ്. രണ്ടാമത്തത് വൽ ഖുശൂഉ, കർമ്മങ്ങളിലുള്ള ഭക്തിയാണ്. വത്തവാദു, മൂന്നാമത്തത് ജീവിതത്തിലുള്ള വിനയമാണ്. വഹുസ്നുൽ ഖുലുഖി, നാലാമത്തത് സൃഷ്ടാവുമായും സൃഷ്ടികളുമായും നല്ല സ്വഭാവത്തിൽ വർത്തിക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തത് വ ഈസാറുൽ ആഖിറത്തി അല ദുനിയ, ഭൗതികമായ ജീവിതത്തെക്കാൾ പാരത്രികമായ വിജയത്തിന് മുൻതൂക്കം നൽകുക എന്നുള്ളതുമാണ്. വഹുവ സുഹുദു, അതിനാണ് സുഹുദ് അഥവാ ഭൗതിക ത്യാഗം എന്ന് പറയുന്നത്. മഹാനായ ഇമാമുന ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വിശദീകരിച്ചു തരുന്നു. ഖംസും മിനൽ അഖ്ലാഖി ഹിയ മിൻ അലാമാത്തി ഉലമാഇൽ ആഖിറ, പാരത്രിക ലോകത്തിന്, പാരത്രികമായ മോക്ഷത്തിന്, അല്ലാഹുവിന്റെ അടുക്കലുള്ള ഉന്നതമായ ദറജാത്തുകൾക്ക്, സ്ഥാനമാനങ്ങൾക്ക്, പദവികൾക്ക് മുൻതൂക്കം നൽകുന്ന, ആ പദവി മാത്രം ലക്ഷീകരിച്ച് ജീവിതം ചെലവഴിച്ച, ജീവിതം മുന്നോട്ടു നീക്കുന്ന അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ പണ്ഡിതന്മാർ, അവർക്കുണ്ടാകുന്ന 5 വിശേഷണങ്ങൾ. ഒന്നാമത്തത് അൽ ഖശ്യതു, അല്ലാഹുവിനെ കുറിച്ചുള്ള പേടിയാണ്. അതിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പറയുന്നത് ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ ഇന്നല്ലാഹ അസീസുൻ ഗഫൂർ. സൂറത്തു ഫാത്തിറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അല്ലാഹുവിന്റെ അടിമകളിൽ നിന്നും അവനെ വേണ്ട വിധം ഭയപ്പെടുന്നത് ഉലമാക്കൾ മാത്രമാണ്. അപ്പൊ ജീവിതം അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന പണ്ഡിതന്മാരുണ്ടെങ്കിൽ, ജീവിത രീതിയിൽ അല്ലാഹുവിനെ പേടിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ജീവിതം നയിക്കുന്നവരുണ്ടെങ്കിൽ, ആ ജീവിത രീതി ആഖിറത്തിന്റെ ഉലമാക്കളുടെ ജീവിത രീതിയാണ്. തന്റെ ജീവിതത്തിലുള്ള ഓരോ നിമിഷങ്ങൾ കൊണ്ടും അത് തന്റെ സഹജീവികൾക്ക് ഉപകാരപ്പെടണം എന്നും, തന്നെ കൊണ്ട് യാതൊരാളും ബുദ്ധിമുട്ടരുത് എന്നും, തന്റെ ജീവിതത്തിന്റെ ഒരു നിമിഷം പോലും വൃഥാവിലായി പോകരുത് എന്നും, ജീവിതത്തിന്റെ ഒരു നിമിഷത്തിലെ 1000-ൽ അംശം പോലും തന്റെ സൃഷ്ടാവായ അല്ലാഹുവിന്റെ അനിഷ്ടത്തിന് കാരണമാകരുത് എന്നും ഉദ്ദേശിച്ചുകൊണ്ട് ജീവിക്കുന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാർ. ഇത് പറയുമ്പോൾ കേരളീയരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഓർമ്മ വെച്ച നാൾ മുതൽ കാണാൻ സാധിക്കുന്ന നമ്മുടെ മഹാരഥന്മാരായ ഗുരുക്കന്മാർ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ, നായകന്മാർ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് അഥവാ വിശുദ്ധ ഇസ്ലാമിന് ഊടും പാവുമേകി പരിശുദ്ധമായ ദീനിന്റെ പ്രബോധന പ്രവർത്തന മണ്ഡലങ്ങളിൽ തങ്ങളുടെ ആയുഷ്കാലം മുഴുവനും മറ്റൊരു ലക്ഷ്യവും വെക്കാതെ, യാതൊന്നും തന്നെ ദുനിയാവിൽ നിന്ന് സമ്പാദിക്കാതെ
അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനം മാത്രം ലക്ഷ്യമാക്കി ഒന്നുകിൽ അള്ളാഹുവിന്റെ ഗ്രന്ഥവും അതിന്റെ വിശദാംശങ്ങളായ വിശുദ്ധ ഇസ്ലാമിന്റെ മറ്റു വിജ്ഞാന ശാഖകളുമൊക്കെ പഠിപ്പിച്ചുകൊണ്ട് പള്ളി ദർസുകളിലും കോളേജുകളിലുമായി ജീവിതം വിജ്ഞാന സമ്പാദനത്തിനും വിനിയോഗത്തിനും അതിന്റെ പ്രചരണത്തിനുമായി മാത്രം നീക്കിവച്ചവർ, അതുകൊണ്ടവർ ഭൗതികമായ യാതൊന്നും ലക്ഷ്യമാക്കിയില്ല. രണ്ടാമത്തെ ഒരു വിഭാഗം ഇതോടൊപ്പം തന്റെ അടുക്കൽ വരുന്ന മുതഅല്ലിമീങ്ങൾക്ക് ദീൻ പഠിപ്പിക്കുന്നതോടൊപ്പം സ്റ്റേജുകളിലും പേജുകളിലുമായി വിശുദ്ധ ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി നിരന്തരം സമൂഹത്തിന്റെ എല്ലാ തുറകളിലുള്ള ആളുകളുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നവർ, ഇങ്ങനെ ഒറ്റക്കും കൂട്ടായും ഉള്ള പ്രബോധന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് ഭൗതികമായ ലക്ഷ്യങ്ങളൊന്നും ലക്ഷീകരിക്കാതെ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തി അതുമാത്രം ലക്ഷ്യമാക്കി നമ്മുടെ മുമ്പിൽ കഴിഞ്ഞുപോയ മഹാരഥന്മാർ, അതുപോലെ ഇന്നും ജീവിച്ചിരിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാരഥന്മാരായ പണ്ഡിത മഹത്തുക്കൾ, അവരെയാണിത് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിൽ കാണാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മഹാരഥന്മാരായ സമസ്തയെ നയിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർക്ക്, നേതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ഉമ്മത്തിനെ നേരായ മാർഗത്തിൽ നയിക്കാനുള്ള എല്ലാ കഴിവും തൗഫീഖും ആഫിയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വളരെ വർദ്ധിച്ച തോതിൽ നൽകി അനുഗ്രഹിക്കട്ടെ. ആ പാതയിൽ നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയ മഹാരഥന്മാരായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി സുന്ദരമായ ജീവിതം കാഴ്ചവെച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടെ ഈ ലോകത്ത് നിന്ന് പിരിഞ്ഞുപോയ അള്ളാഹുവിന്റെ ആരിഫീങ്ങളും മൗലിയാക്കളുമായ പണ്ഡിത മഹത്തുക്കൾ, അവരുടെ ബർസഖിയായ ജീവിതം, പാരത്രികമായ ജീവിതം, അതിൽ അല്ലാഹു തആല അവരുടെ ദറജ ഉയർത്തിക്കൊടുക്കട്ടെ എന്ന് സാന്ദർഭികമായി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ അടയാളം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നൂറ് കിട്ടി എന്നതിന്റെ അടയാളം, അള്ളാഹു സുബ്ഹാനഹു വ തആല ശറഹുസ്സുദൂർ, ഇൻഷിറാഹുസ്സദ്ർ നൽകിയിട്ടുണ്ട് എന്നതിന്റെ അടയാളം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട അടിമകളാണ് എന്നതിന്റെ അടയാളം, ആഖിറത്തിന്റെ പണ്ഡിതന്മാരാണ് എന്നതിന്റെ അടയാളം. അതിൽ ഒന്ന് അൽ ഖശിയത്തു, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയപ്പാടാണ്. അവന്റെ ജീവിതത്തിൽ അവൻ അള്ളാഹുവിനെ ഭയപ്പെട്ടാണ് ജീവിക്കുന്നത്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിന്റെ അടിമകളിൽ നിന്നും അവനെ വേണ്ട വിധം ഭയപ്പെട്ട് ജീവിക്കുന്നവർ പണ്ഡിതന്മാരാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സംബന്ധമായി പറയുന്നു. അല്ലെങ്കിൽ ഈ ആയത്തിൽ നിന്ന് ആഖിറത്തിലേക്കുള്ള ഉലമാക്കൾ, പാരത്രിക മോക്ഷം, അള്ളാഹുവിന്റെ തൃപ്തി ലക്ഷ്യമാക്കി ജീവിക്കുന്ന പണ്ഡിതന്മാരുടെ അടയാളമാണ് ഇത് എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന് മഹാനായ ഇമാമുന ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു. ഇതിനോടനുബന്ധമായ ഒരു ഹദീസ്, ഇത് ഇമാം ഗസ്സാലി പറഞ്ഞതല്ല, ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് സൂറത്തുൽ മുഅ്മിനൂനിലെ 60-ാമത്തെ ആയത്ത്, വല്ലദീന യുത്തൂന മാ തൗ വഖുലൂബുഹും വജില വഅന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്തോതിയപ്പോൾ വല്ലദീന യുത്തൂന മാ തൗ വഖുലൂബുഹും വജില, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഭയപ്പാടോടുകൂടി, പേടിക്കുന്ന ഹൃദയത്തോടുകൂടി ചെയ്തു തീർക്കുന്നവർ, വഅന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അവർ അവരുടെ റബ്ബിങ്കിലേക്ക് മടങ്ങുന്നവരാണ് അത്തരത്തിലുള്ള ആളുകൾ. ഈ ആയത്തിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാരായണം ചെയ്തപ്പോൾ അടുത്തുണ്ടായിരുന്ന ഉമ്മുൽ മുഅ്മിനീൻ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്,
ഹുവല്ലദീ യസ്രിഖു വയസ്നി വയശ്റബുൽ ഖംറ വഹുവ യഖാഫുല്ലാഹി അസ്സ വജൽ. റസൂലേ, ഈ ആയത്തിൽ പറഞ്ഞ വല്ലദീന യുതൂന മാ അതൗ വഖുലൂബുഹും വജില എന്ന് പറഞ്ഞല്ലോ, അവർ ചെയ്യുന്ന കാര്യങ്ങളെ പേടിക്കുന്ന ഹൃദയത്തോടുകൂടി ചെയ്യുന്ന ആളുകളെന്ന് പറഞ്ഞല്ലോ. ഇത് മോഷ്ടിക്കുകയും വ്യഭിചരിക്കുകയും കള്ളുകുടിക്കുകയും ഒക്കെ ചെയ്യുന്ന മുഅ്മിനീങ്ങളെ കുറിച്ചാണോ ഈ പറഞ്ഞത്? അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ കുറിച്ചാണോ ഈ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യബ്നത സിദ്ദീഖ്, അല്ല സിദ്ദീഖിന്റെ മകളെ, അങ്ങനെയല്ല. വലാകിന്നഹു അല്ലദീ യുസല്ലി വയസൂമു വയതസദ്ദഖു വഹുവ യഖാഫുല്ലാഹ്. നീ പറഞ്ഞതിന്റെ മനസ്സിലാക്കിയതിന്റെ നേരെ വിപരീതമാണ് കാര്യം. അഥവാ അവൻ നിസ്കരിക്കുന്നവനാണ്, നോമ്പ് നോൽക്കുന്നവനാണ്, അവൻ ധർമ്മം ചെയ്യുന്നവനാണ്, സദഖ ചെയ്യുന്നവനാണ്, സക്കാത്ത് കൊടുക്കുന്നവനാണ്. പക്ഷേ അതൊക്കെ നിർവഹിക്കുമ്പോൾ അവൻ അള്ളാഹുവിനെ പേടിക്കുകയാണ്. അവന്റെ അമല് ശരിയാകുന്നുണ്ടോ ഇല്ലയോ, അള്ളാഹു തആല സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന ഭയപ്പാടോടുകൂടി നിർവഹിക്കുന്നവൻ എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞതായി മഹാനായ ഇമാം അഹ്മദ് തുർമുദി തുടങ്ങിയവരൊക്കെ ഉദ്ധരിക്കുകയും മഹാനായ ഇബ്നു കസീർ ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇത് കൊണ്ടുവരികയും ചെയ്തതായി കാണാൻ സാധിക്കുന്നു. അപ്പോ വല്ലദീന യുതൂന മാ തൗ വഖുലൂബുഹും വജില, നമ്മുടെ മഹാരഥന്മാരായ ഗുരുക്കന്മാർ, പണ്ഡിതന്മാർ, സമസ്തയുടെ നേതാക്കന്മാർ, കഴിഞ്ഞുപോയവരും ജീവിച്ചിരിക്കുന്നവരുമായ ആളുകൾ, അവരുടെയൊക്കെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ഈ പേടി നമുക്ക് കാണാൻ സാധിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തിൽ അത്തരത്തിലുള്ള പണ്ഡിതന്മാരെ നിലനിർത്തി ഉമ്മത്തിനെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. വല്ലദീന യുതൂന മാ തൗ വഖുലൂബുഹും വജില, വല്ലദീന യുതൂന മാ തൗ വഖുലൂബുഹും വജില, ചെയ്യുന്ന കർമ്മങ്ങൾ ഹൃദയത്തിൽ ഭയപ്പാടോടുകൂടി നിർവഹിക്കാൻ സാധിക്കുക. അമലുകൾ ചെയ്താൽ ഒരു ചാരിതാർത്ഥ്യമല്ല, ഞാൻ കുറെ ചെയ്തു എന്ന രൂപത്തിലല്ല. ഇൽമ് നേടാൻ സാധിച്ചാൽ ഞാനൊരു വലിയ പണ്ഡിതനായി എന്നുള്ള ഒരു ചിന്തയല്ല, മറിച്ച് അല്ലാഹുവേ, എനിക്ക് നീ നൽകിയ ഈ ഇൽമ് എന്റെ ജീവിതത്തിന്റെ, എന്റെ വിവരക്കുറവ് കാരണം അല്ലെങ്കിൽ എന്റെ സ്വഭാവ ദൂഷ്യം കാരണം തമ്പുരാനെ നീ തിരിച്ചെടുക്കുമോ? ഞാൻ ഈ പറയുന്നത് ഫലിക്കാതെ പോകുമോ? അല്ലാഹുവേ, ഞാൻ ഈ പറയുന്നത് ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ കബുറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂന മാ ലാ തഫ്അലൂൻ, കബുറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലൂ മാ ലാ തഫ്അലൂൻ. നിങ്ങൾ എന്തിന് ചെയ്യാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് കൽപ്പിക്കുന്നു? അങ്ങനെ നിങ്ങൾ സ്വയം പ്രവർത്തിക്കാതെ മറ്റുള്ളവരോട് നന്മ ചെയ്യാൻ കൽപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ കോപത്തിനിരയാക്കുന്ന കാര്യമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ കൂട്ടത്തിലെങ്ങാണ്ട് ഞാൻ പെട്ടുപോകുമോ എന്ന രൂപത്തിലൊക്കെ ഭയപ്പാടോടുകൂടി കർമ്മങ്ങൾ നിർവഹിക്കുന്നവർ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരുപാട് പണ്ഡിതന്മാരെയും പ്രഭാഷകരെയും ഒക്കെയുണ്ട്. പറയുന്നത് കേൾക്കുമ്പോ സത്യത്തിൽ വലിയ വലിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ അവരുടെ ജീവിതത്തിൽ അതിന്റെ ഒരു തരിമ്പ് പോലും തൊട്ടു തീണ്ടിയിട്ടുണ്ടാവുകയില്ല എന്ന് നമുക്ക് അവരുടെ ജീവിതത്തെ അടുത്തറിയുമ്പോൾ അറിയാൻ സാധിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ പെട്ടുപോകുന്നതിനെ തൊട്ട് നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. പറയുമ്പോൾ പേടിയോടുകൂടിയാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തെ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീക്കാൻ, അതിനുവേണ്ടിയുള്ള ശ്രമം നടത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് കൂട്ടത്തിൽ ദുആ ചെയ്യുകയാണ്. എല്ലാവരും ആമീൻ പറയുക. അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പോ ഒന്നാമത്തെ അടയാളം അള്ളാഹുവിലുള്ള പേടിയാണ്. ജീവിക്കുന്നത് അള്ളാഹിനെ പേടിച്ചുകൊണ്ടാവുക. ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം അല്ലാഹുവിന്റെ അനിഷ്ടത്തിൽ നമ്മൾ ചെലവഴിച്ചാൽ അതിന് അല്ലാഹുവിനോട് ഒന്നാമത് അതിന് മറുപടി പറയേണ്ടി വരുമല്ലോ എന്ന പേടി, അതോടൊപ്പം അല്ലാഹു തആല നൽകിയ അനുഗ്രഹങ്ങൾ അവൻ നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുമോ എന്നുള്ള പേടി, കുറച്ചുകൂടെ
മേലോട്ട് കയറി ചിന്തിക്കാൻ സാധിച്ചാൽ എന്നെ സൃഷ്ടിച്ച് സംരക്ഷിച്ചു പോരുന്ന തമ്പുരാൻ എനിക്ക് ഇങ്ങനെയൊക്കെ അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ട് ഞാനൊരു നാണവും മാനവുമില്ലാതെ അവൻ കാണുന്നുണ്ടല്ലോ എന്നുള്ള ഒരു പേടിയുമില്ലാതെ ഞാൻ ഇങ്ങനെ ജീവിച്ചു പോയല്ലോ, ഇങ്ങനെ മൃഗതുല്യനായ ഒരു ജീവിതം ഞാൻ നയിക്കുന്നല്ലോ എന്നുള്ള ഒരു പേടി, ആ പേടിയൊക്കെ പാരത്രിക ലോകത്തിന് പ്രാധാന്യം നൽകുന്ന അള്ളാഹുവിന്റെ ഇഷ്ടം സമ്പാദിക്കാൻ സാധിച്ച പണ്ഡിതന്മാരുടെ അടയാളമാണ് എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ഹഖ് ജാഹ് ബറക്കത്തുകൊണ്ട് അവർ കാണിച്ചു തന്ന വഴിയിലൂടെ നീങ്ങാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഒന്നാമത്തത് അൽ ഖശിയത്തു, രണ്ടാമത്തത് വൽ ഖുശൂഉ, ഭക്തിയോടുകൂടെ കർമ്മങ്ങൾ നിർവഹിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആലു ഇമ്രാനിൽ 199 ആയത്തായി പറഞ്ഞു, ഖാശിഈന ലില്ലാഹി ലാ യശ്തറൂന ബിആയാത്തില്ലാഹി സമനൻ ഖലീലാ ഉലൈക ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. ഖാശിഈന ലില്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെട്ടവരായി ഭക്തിയോടുകൂടി കർമ്മങ്ങൾ നിർവഹിക്കുന്ന ആളുകൾ, കർമ്മങ്ങളിൽ ഭക്തി കൊണ്ടു നടക്കാൻ സാധിക്കുന്നവർ, ഭക്തിയോടുകൂടെ കർമ്മങ്ങൾ നിർവഹിക്കാൻ സാധിക്കുന്നവർ. ഖുശൂ എന്ന് പറഞ്ഞാൽ അസ്സുകൂനു വൽ ഇൻഖിഫാദു വൽ ഹുദൂഉ എന്നാണ്. ഭാഷാപരമായി ഒരു കർമ്മം, ഉദാഹരണത്തിന് നിസ്കാരം നിർവഹിക്കുന്ന സമയത്ത് അവയവങ്ങൾ നിശ്ചലമാക്കി വെച്ചുകൊണ്ട്, അഥവാ നിസ്കാരത്തിന്റെ അനക്കങ്ങളല്ലാതെ മറ്റു അനക്കങ്ങളെ തൊട്ടൊക്കെ നിശ്ചലമാക്കി വെച്ചുകൊണ്ട് ആ അവയവങ്ങളെ മുഴുവനും അള്ളാഹുവിന് കീഴ്പ്പെടുത്തുന്ന, അടങ്ങി ഒതുങ്ങി നിർവഹിക്കുന്ന കർമ്മം. നേരത്തെ ഒന്നാമത് പറഞ്ഞ ഖശിയത്ത്, ഖൽബിൽ ആ പേടി ഇങ്ങോട്ട് കിടക്കുമ്പോൾ അത് അവയവങ്ങളിലൂടെ പ്രകടമാകുന്നതിനാണ് ഖുശൂ എന്ന് പറയുന്നത്. വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാനി എന്ന് പറഞ്ഞാൽ ഐ ഇൻഖഫലതു വസക്കനത് എന്നാണ്. വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാൻ, ശബ്ദങ്ങളൊക്കെ അല്ലാഹുവിനെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് എല്ലാ തരത്തിലും അല്ലാഹുവിന്റെ മുമ്പിൽ പേടിച്ചു വിറച്ചു നിൽക്കുന്ന ഒരവസ്ഥ. ഒമിൻ ആയാതിഹി അന്നക തറൽ അർള ഖാശിഅ, ഭൂമി പേടിക്കുന്നതായി നിനക്ക് കാണാൻ സാധിക്കും, അത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഐ മുൻഖഫിലതൻ സാക്കിന, അല്ലാഹുവിന്റെ മുമ്പിൽ തലകുനിച്ചു നിൽക്കുന്ന ഒരവസ്ഥ. അപ്പൊ അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയപ്പാട് ഹൃദയത്തിലേക്ക് കടന്നാൽ ആ ഭയപ്പാട് മുഖേന അവയവങ്ങൾക്കുണ്ടാകുന്ന പ്രത്യേകമായ ഒരു സ്വഭാവത്തെയാണ് ഖുശൂ എന്ന് പറയുന്നത്. ഹുളൂറുൽ ഖൽബി ബൈന യദൈല്ലാഹി തആല വസുകൂനുൽ ജവാരിഹി വസ്തിഹ്ലാറു മാ യഖൂലുഹുൽ മുസല്ലി ഔ യഫ്അലുഹു മിൻ അവ്വലി സ്വലാത്തിഹി ഇലാ ആഖിറ മുസ്തഹ്ദിറൻ അളമത്തല്ലാഹി വഖുർബഹു മിൻ അബ്ദിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിലാണ് അവൻ നിൽക്കുന്നത്, അല്ലാഹുവിനോടാണ് അവൻ സംവദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ബോധത്തോടുകൂടി അവന്റെ അവയവങ്ങളെയൊക്കെ അല്ലാഹുവിലേക്ക് മാത്രം ഒതുക്കി വെക്കുകയും മറ്റുള്ള ചലനങ്ങളെ തൊട്ടും മറ്റുള്ള ചിന്തകളെ തൊട്ടുമൊക്കെ ഖൽബിനെയും മറ്റു അവയവങ്ങളെയും അല്ലാഹുവിലേക്ക് മാത്രമായി ലയിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയെയാണ് ഖുശൂ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കാണുന്നുണ്ട് എന്നുള്ള ചിന്തയിൽ നിന്നാണ് സത്യത്തിൽ ഇതുണ്ടാവുക. റുകൂഇൽ പ്രാർത്ഥിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയിലും അത് കാണാം. അല്ലാഹുമ്മ ലക റകഅതു വബിക ആമൻതു വലക അസ്ലംതു ഖശഅ ലക സംഇ വബസരി. അല്ലാഹുവേ, നിനക്ക് വേണ്ടി ഞാൻ ഇതാ റുകൂ നിർവഹിക്കുകയാണ്, നിന്നെക്കൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുകയാണ്, നിനക്ക് ഞാൻ സർവ്വവും ഇതാ സമർപ്പിച്ചിരിക്കുകയാണ്.
ഖശഅ ലക സംഇ വബസരി വമുഖി വഅളമി വഅസബി വമസ്തഖല്ലത ബിഹി ഖദമി. എന്റെ സർവമാന കണ്ണ്, കാത്, ഞണം തുടങ്ങി സർവമാന അവയവങ്ങളും എന്റെ ശരീരത്തിന്റെ മുഴുവനായും അതിന്റെ സത്ത മുഴുവനായും നിനക്ക് ഞാനിതാ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള ആ പ്രാർത്ഥന നിർവഹിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതായി കാണാം. അപ്പൊ അവിടെയും ഖുശൂ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയപ്പാട് പ്രവേശിച്ചാൽ അത് അവയവങ്ങളിൽ പ്രതിഫലിക്കുന്നതിനെയാണ് ഖുശൂ എന്ന് പറയുന്നത്. അങ്ങനെ ഖുശൂഓടുകൂടി കർമ്മങ്ങൾ നിർവഹിക്കുക എന്നുള്ളതും ആഖിറത്തിന്റെ പണ്ഡിതന്മാരുടെ ലക്ഷണങ്ങളിൽപ്പെട്ടതാകുന്നു. സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞിട്ടുണ്ട്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വളരെ ഗൗരവപ്പെട്ട ഒരു ഹദീസ് മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്നതായി കാണാൻ സാധിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അവ്വലു ഷൈഇൻ യുർഫഉ മിൻ ഹാദിഹിൽ ഉമ്മത്തി അൽ ഖുശൂ'. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അവ്വലു ഷൈഇൻ യുർഫഉ മിൻ ഹാദിഹിൽ ഉമ്മത്തി അൽ ഖുശൂ'. ഈ സമുദായത്തിൽ നിന്ന് ആദ്യമായി അല്ലാഹു തആല ഉയർത്തുന്ന ഒരു നല്ല സ്വഭാവം എന്ന് പറയുന്നത് ഖുശൂ ആയിരിക്കും, ആരാധനാ കർമ്മങ്ങളിലുള്ള ഭക്തിയായിരിക്കും എന്ന് അഷ്റഫുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഹത്താ ലാ തറാ ഫീഹാ ഖാശിയൻ. ഭൂമിയിൽ അല്ലാഹുവിന് ഭക്തിപൂർവം കർമ്മങ്ങൾ നിർവഹിക്കുന്ന ഒരാളെയും നിനക്ക് കാണാൻ സാധിക്കൂല. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അവ്വലുമാ തഫ്ഖിദൂന മിൻ ദീനിക്കും അവ്വലുമാ തഫ്ഖിദൂന മിൻ ദീനിക്കും അൽ ഖുശൂഉ വആഖിറു മാ തഫ്ഖിദൂന മിൻ ദീനിക്കും അസ്സലാത്തു വറുബ്ബ മുസല്ലിൻ ലാ ഖൈറ ഫീഹി വയൂഷികു അൻ തദ്ഖുലൽ മസ്ജിദ ഫലാ തറാ ഫീഹിം ഖാശിആ. ഈ ഉമ്മത്ത് നിങ്ങളുടെ മതത്തിൽ നിന്ന്, നിങ്ങളുടെ മതകാര്യങ്ങളിൽ നിന്ന് ആദ്യമായി നിങ്ങൾക്ക് നഷ്ടമാവുക ഖുശൂ ആയിരിക്കും. അവസാനമായി നിങ്ങൾക്ക് നഷ്ടമാവുക നിസ്കാരമായിരിക്കും. എത്രയോ നിസ്കാരക്കാരുണ്ട്, അവരുടെ നിസ്കാരത്തിൽ ഒരു ഗുണവും ഇല്ല. പള്ളിയിൽ പ്രവേശിച്ചാൽ ഭക്തിയോടുകൂടെ നിസ്കാരം നിർവഹിക്കുന്ന ഒരാളെയും നിനക്ക് കാണാൻ സാധിക്കാത്ത ഒരവസ്ഥ അന്ത്യനാളിന്റെ മുമ്പ് സംജാതമാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കുന്നു. അപ്പോ ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി നഷ്ടമാകുന്ന കാര്യമാണ് ഖുശൂ'. അത് കണ്ടു തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചിന്ത പോകേണ്ടത് എന്നുകൂടെ കൂട്ടത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഖുശൂ', പണ്ഡിതന്മാർക്ക് പോലും കർമ്മങ്ങളിലുള്ള ഭക്തി നഷ്ടപ്പെടുന്നു. യാതൊരു തരത്തിലുള്ള പടച്ചോനെ പേടി, ഒരു ഭീതിയില്ല. അങ്ങനെ നിസ്കരിക്കുകയാണെങ്കിലും എന്ത് കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും അത് കേവലം ചില കാട്ടിക്കൂട്ടലുകളും റിയാഇന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമാണ് എന്നൊക്കെ തോന്നിപ്പോകുന്ന രൂപത്തിൽ ആയിത്തീർന്നിട്ടുണ്ടോ നമ്മുടെ ചുറ്റുപാടുകൾ എന്ന് നമ്മൾ പരിശോധിക്കുക. മറ്റുള്ളവനെ വിലയിരുത്തുന്നതിന്റെ മുമ്പ് നമ്മൾ നമ്മളെ വിലയിരുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ വേണ്ട വിധം മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അവ്വലു ഷൈഇൻ യുർഫഉ മിൻ ഹാദിഹിൽ ഉമ്മത്തി അൽ ഖുശൂ' എന്നാണ്. ഈ ഉമ്മത്തിൽ ആദ്യമായി ഉയർത്തപ്പെടുക ഖുശൂ' ആയിരിക്കും. പല ആളുകളും നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, ക്ലാസ് റൂമിലും അല്ലാത്തപ്പോഴുമൊക്കെ. ഉസ്താദെ, നിസ്കാരത്തിൽ ഖുശൂ' കിട്ടണില്ല, നിസ്കാരത്തിൽ ഖുശൂ' കിട്ടണില്ല, അതിനെന്താണ് ചെയ്യേണ്ടത്? ഖുശൂ' ഉണ്ടാകാൻ വേണ്ടി കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ നിരവധി കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ നൽകിയതായി കാണാൻ സാധിക്കും. ഓതുന്ന ആയത്തുകളുടെ അർത്ഥം ചിന്തിച്ചുകൊണ്ടോതുക, അത്തദബ്ബുറു ഫിൽ ഖിറാഅ. അത് ഖുർആനിൽ ലയിച്ചുകൊണ്ട് ഖുർആൻ പാരായണം നടത്തിയാൽ മറ്റു സ്ഥലങ്ങളിലേക്ക് ചിന്ത പോകില്ല.
അപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത വരും. അദാബിന്റെ ആയത്തുകൾ ഓതുമ്പോ അദാബിനെ തൊട്ട് കാവൽ ചോദിക്കുക, ആ അദാബ് തനിക്ക് അനുഭവിക്കാനുള്ളതാണ് എന്ന ചിന്ത അവന്റെ കൽബിലേക്ക് കടന്നു വന്നാൽ കൽബിൽ ഭയപ്പാട് വരികയും അങ്ങനെ അവന്റെ നിസ്കാരത്തിൽ കൂടുതൽ ഭക്തിപൂർവം അത് നിർവഹിക്കാൻ അതവനെ സഹായിക്കുകയും ചെയ്യും. റഹ്മത്തിന്റെയും നിഅമത്തിന്റെയും ഒക്കെ ആയത്തുകൾ ഓതുമ്പോ അള്ളാഹുവിനോട് അവന്റെ റഹ്മത്തിനു വേണ്ടി ചോദിക്കുക, അവന്റെ നിഅമത്ത് ദായിമാക്കി തരാനും അത് പെട്ടെന്ന് ഊരിയെടുക്കുന്നതിനെ തൊട്ടുമൊക്കെ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക. അങ്ങനെ ചോദിക്കുമ്പോ അവന്റെ ജീവിതത്തിൽ വരുന്ന പോരായ്മകൾ അത് അല്ലാഹു തആല നൽകിയ നിഅമത്ത് ഊരിയെടുക്കാൻ കാരണമാകുമോ? അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ അവന്റെ അനിഷ്ടത്തിന് ചെലവഴിച്ചാൽ അത് ഞാൻ അവന്റെ കോപത്തിന് വിധേയമാകുമോ എന്നൊക്കെയുള്ള ചിന്ത അവന്റെ കൽബിലേക്ക് കടന്നു വന്നാൽ അവനെ പിടിച്ചു കുലുക്കുകയും അവന്റെ നിസ്കാരത്തിൽ ഭക്തിപൂർവം നിർവഹിക്കാൻ അതവനെ സഹായിക്കുകയും ചെയ്യും എന്നൊക്കെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. രണ്ടാമത്, നിസ്കാരത്തിൽ സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെ വഇദാമത്തുൻ നളിരി ഇലാ മൗളിഅ സുജൂദി, നിസ്കാരത്തിൽ സുജൂദിന്റെ സ്ഥാനത്തേക്ക് തന്നെ നോക്കി നിൽക്കുക, മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊന്നും കണ്ണിനെ വട്ടം പായിപ്പിക്കാതെ. അത്തഹിയാത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോ അവന്റെ ചൂണ്ടിയ വിരലിലേക്കും അല്ലാത്ത സമയത്തൊക്കെ അവന്റെ സുജൂദിന്റെ സ്ഥാനത്തേക്കും തന്നെ നോക്കുക. അതും അവന് നിസ്കാരത്തിൽ ഖുശൂഇന് സഹായിക്കുന്നതാണ് എന്നൊക്കെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അതിന്റെ പ്രതിവിധി പറഞ്ഞതായി കാണാൻ സാധിക്കും. പറഞ്ഞു വന്നത്, നിരവധി ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് നിസ്കാരത്തിൽ ഖുശൂഅ് കിട്ടുന്നില്ല എന്നുള്ളത്. അത് ചോദിക്കുന്ന ഒന്നോ രണ്ടോ ആളുടെ മാത്രം പരാതിയല്ല, സമൂഹത്തിലെ 99.4% ആളുകളുടെയും അവസ്ഥയാണ്. ചിലർ മാത്രമേ ചോദിക്കുന്നുള്ളൂ എന്നതാണ് വസ്തുത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യം പുലർന്നിട്ടുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തിൽ ഖുശൂഅോടുകൂടെ നിർവഹിക്കാൻ അവൻ പ്രത്യേകമായ ഫള് നൽകുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അമ്മാർ ഇബ്നു യാസിർ എന്നിവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. മഹാനവറുകൾ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഞാൻ കേട്ടു, ഇന്നർ റജുല ലയൻസരിഫു വമാ കുതിബ ലഹു ഇല്ലാ ഉശ്റു സ്വലാത്തിഹി തുസുഹ സുമുനുഹ സുബുഹ സുദുസുഹ ഖുംസുഹ റുബുഹ തുലുതുഹ നിസ്ഫുഹ അഖ്റജഹു തുർമുദി. ഒരാൾ നിസ്കാരം കഴിഞ്ഞ് ആ നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ അവന്റെ നിസ്കാരത്തിൽ അതിന്റെ 10 മാത്രമേ അവന് എഴുതപ്പെട്ടിട്ടുണ്ടാവുകയുള്ളൂ. ഒരു നിസ്കാരത്തെ 10 ഭാഗിച്ചാൽ എത്രയാണോ ഉണ്ടാവുക അതുമാത്രമേ അതിൽ നിന്ന് ശരിയായിട്ടുണ്ടാവുള്ളൂ. ചില ആളുകളുടെ നിസ്കാരത്തിൽ 9 മാത്രമേ കിട്ടിയിട്ടുണ്ടാവുകയുള്ളൂ. മറ്റു ചിലരുടെ നിസ്കാരത്തിൽ 8 മാത്രമേ കിട്ടിയിട്ടുണ്ടാവൂ. മറ്റു ചിലരുടെ നിസ്കാരം 7 മാത്രമേ എഴുതപ്പെട്ടിട്ടുണ്ടാകൂ. മറ്റു ചിലരുടേത് 6, 5, 4, അതുപോലെ തന്നെ 3, ചിലരുടെ നിസ്കാരം പകുതിയും ഒക്കെ ശരിയായിട്ടുണ്ടാകും. അപ്പൊ ഇങ്ങനെ നിസ്കാരം വളരെ കുറച്ചു മാത്രം സാധുവാകുന്ന വിഭാഗം എന്നുവെച്ചാൽ കർമ്മശാസ്ത്രപരമായി അതിനെ വിലയിരുത്തുമ്പോൾ അവന്റെ നിസ്കാരം ശരിയായിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നിസ്കരിക്കുകയും എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പരിപൂർണമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ആ ദുരവസ്ഥ, അതിൽ പെട്ടുപോകുന്നതിനെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇന്നർ റജുല ലയൻസരിഫു, ഒരാൾ നിസ്കാരം കഴിഞ്ഞ് പിരിഞ്ഞു പോവുകയാണ്, പക്ഷേ അവന്റെ നിസ്കാരത്തിൽ അതിന്റെ 10 മാത്രമേ അവൻ എഴുതപ്പെട്ടിട്ടുള്ളൂ. അതിന്റെ ഏറ്റവും അങ്ങേയറ്റം പറഞ്ഞതാണ്. അത് 10 എന്നൊന്നും അതിനർത്ഥമല്ല, അത്ര എഴുതപ്പെടാത്തവരുണ്ടാകും. ചിലർക്ക് 9 കിട്ടിയിട്ടുണ്ടാകും. അങ്ങനെ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ചില ആളുകൾക്ക് പകുതി കിട്ടിയിട്ടുണ്ടാകും.
അപ്പോൾ മുഴുവൻ കിട്ടിയവരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പറയുന്നില്ല. നിസ്കാരം നഷ്ടമാകുന്ന ആളുകളെ കുറിച്ച് മാത്രമാണ്. പകുതി നിസ്കാരം ശരിയായാൽ ആ നിസ്കാരം കർമ്മശാസ്ത്രപരമായി ശരിയായിട്ടില്ലല്ലോ, മുഴുവൻ ശരിയായാലല്ലേ ശരിയാകുള്ളൂ. എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ ഖുശൂ കുറഞ്ഞു പോയതിന്റെ പേരിൽ അവന് നിസ്കാരത്തിന്റെ പരിപൂർണമായ പ്രതിഫലം ലഭ്യമാകുന്നില്ല എന്നെങ്കിലും നമുക്കിതിനെ മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി തന്നെ നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ സ്വീകരിക്കുന്ന ഒരവസ്ഥ നേടിയെടുക്കാൻ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അപ്പൊ രണ്ടാമത്തെ അടയാളം പറഞ്ഞത് ഉലമാഉൽ ആഖിറത്തിന്റെ രണ്ടാമത്തെ അടയാളം അൽ ഖുശൂ, കർമ്മങ്ങളിലുള്ള ഭക്തിയാകുന്നു. മൂന്നാമത്തത് അത്തവാലുഉ, വിനയത്തോടുകൂടി ജീവിതം നയിക്കുക എന്നുള്ളതാണ്. വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. അല്ലാഹുവിന്റെ റഹ്മാനായ അല്ലാഹുവിന്റെ അടിമകൾ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകൾ, അവർ ഭൂമിയിലൂടെ നടക്കുമ്പോൾ വളരെ നിസ്സാരന്മാരായി നടന്നു പോകുന്നതാണ്. അവര് നടക്കുന്നത് ഭൂമി പോലും അറിയില്ല. അവരാരും ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹിക്കില്ല. വല്ല വിവരദോഷികളും അവരോട് സംസാരിക്കാൻ വന്നാൽ വേഗം അവിടുന്ന് സലാം പറഞ്ഞ് രക്ഷപ്പെടുന്നവരാണവർ, അല്ലാതെ അവിടെ തർക്കിക്കാൻ നിൽക്കുകയില്ല എന്ന് റസൂലുള്ളാഹി പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരെ കുറിച്ച് വിശദീകരിക്കുകയാണ്. യംശൂന അലൽ അർളി ഹൗന, അവർ ഭൂമിയിൽ വളരെ താഴ്മയോടുകൂടെ നടക്കുന്നവരാണ്. അവരാരും കാണണം, ശ്രദ്ധിക്കണം എന്ന രീതിയിൽ വസ്ത്രധാരണത്തിലോ അല്ലെങ്കിൽ വാഹനത്തിലോ ഒന്നും ആളുകൾ ശ്രദ്ധിക്കണം എന്ന രീതിയിൽ നടക്കുന്നവരല്ല. നമ്മള് കാര്യങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ ശ്രദ്ധിക്കപ്പെടണം എന്ന രീതിയിൽ ജീവിതം നയിക്കുന്നവർ. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര ഗൗരവത്തോടെയാണ് പറഞ്ഞത്. ഞാൻ ശ്രദ്ധിക്കപ്പെടണം, ഒരു കാര്യമില്ലാതെ ഞാൻ ശ്രദ്ധിക്കപ്പെടണം എന്ന് വിചാരിക്കുന്ന ആളുകളെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. ഞാൻ വ്യക്തിപരമായി ആരെയും പറയല്ല, പക്ഷെ പറയുമ്പോൾ അങ്ങനെ ആയി പോകുന്നുണ്ടെങ്കിൽ എന്റെ കുഴപ്പമില്ല. ഈയിടെ കണ്ട ചില കമന്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്നു. ലൈക്കിന് വേണ്ടിയിട്ട് ഒരാൾക്ക് ലൈക്ക് കിട്ടാൻ വേണ്ടി മത്സരിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താ? ശ്രദ്ധിക്കപ്പെടണം എന്നല്ലേ? എന്താണ് ആ ലൈക്ക് കൊണ്ട് സ്വർഗത്തിൽ അള്ളാഹിന്റെ അടുക്കൽ ദർജ കൂടി കിട്ടുമോ? ആ ലൈക്ക് കൊണ്ട് ഏത് തരത്തിലുള്ള നേട്ടാണുള്ളത്? അവിടെ ശ്രദ്ധിക്കപ്പെടണം എന്നല്ലാതെ വേറെന്താ ഉള്ളത്? വഇബാദുർ റഹ്മാനിൽ ലദീന യംശൂന അലൽ അർളി, അല്ലാഹു ഇഷ്ടപ്പെടുന്ന അല്ലാഹുവിന്റെ അടിമകൾ, അവർ യംശൂന അലൽ അർളി ഹൗന, അവർ ശ്രദ്ധിക്കപ്പെടുന്നത് ഏത് തരത്തിലുള്ള കാര്യമായിട്ടാണ് നമ്മൾ ഇതിനെ വിലയിരുത്തുന്നത്? അല്ലാഹു തആല പച്ചയായി പറഞ്ഞ അടയാളങ്ങളെ വേണ്ട എന്ന് വെക്കുന്ന, വളരെ വ്യക്തമായി താല അള്ളാഹു പറഞ്ഞു തന്ന കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കുന്ന സ്വഭാവമല്ലേ അത് എന്ന് നമ്മൾ ഒരു സാധാരണ ഒരാളിൽ നിന്ന് പോലും അള്ളാഹു താല ഇഷ്ടപ്പെടാത്ത കാര്യമാണ് ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി ജീവിക്കുക എന്നുള്ളത്. അപ്പോ ഞാൻ അത്ര ഒരു ആരെയും വ്യക്തിപരമായി കുറ്റപ്പെടുത്താൻ ഒരിക്കലും ഞാൻ മുതിരുന്നില്ല. കണ്ട ചില സംഭവങ്ങളെ കൂട്ടത്തിൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തുക മാത്രമാണ്. അല്ലാഹു തആല നല്ല രീതിയിൽ ചിന്തിക്കാനും അങ്ങനെ പ്രവർത്തിക്കാനും നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അപ്പൊ യംശൂന അലൽ അർളി ഹൗന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംബന്ധമായി പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. മാ നഖസത്ത് സദഖത്തും മിൻ മാലിൻ, ദാനം ചെയ്തിട്ട് ഒരാളുടെ മുതലും കുറഞ്ഞു പോയിട്ടില്ല. വമാ സാദല്ലാഹു അബ്ദൻ ബി അഫ്വിൻ ഇല്ലാ ഇസ്സ, മാപ്പ് നൽകിയതുകൊണ്ട് ഒരാൾക്ക് അല്ലാഹു തആല ഇസ്സത്തല്ലാതെ വർദ്ധിപ്പിച്ചിട്ടില്ല. തന്നോട് അപരാധം കാണിച്ചവർക്ക്, തെറ്റു ചെയ്തവർക്ക് മാപ്പ് നൽകുക എന്നുള്ളത് അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന വലിയ ഒരു സ്വഭാവമാണ്. അങ്ങനെ ഒരാൾ ചെയ്തതുകൊണ്ട് അയാൾക്ക് ഉയർച്ചയല്ലാതെ ഒരിക്കലും താഴ്ചയുണ്ടാകില്ല. മൂന്നാമത്തെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
വമാ തവാള അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്. ഇമാം മുസ്ലിം, ഇമാം തുർമുദിയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. വമാ തവാള അഹദുൻ ലില്ലാഹ്, അള്ളാഹുവിനെ വിചാരിച്ച് ഒരാൾ വിനയത്തോടെ ജീവിച്ചാൽ ഇല്ലാ റഫഅഹുല്ലാഹു, അള്ളാഹു അയാളെ രണ്ടു ലോകത്തും ഉയർത്തുകയല്ലാതെ ചെയ്യില്ല. ദുന്യാവിലും അയാൾക്ക് ഉയർച്ച കിട്ടും, ആഖിറത്തിലും അയാൾക്ക് ഉയർച്ച കിട്ടും. വമാ തവാള അഹദുൻ ലില്ലാഹ്, അള്ളാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് ഒരാൾ വിനയത്തോടെ ജീവിച്ചിട്ടില്ല, ഇല്ലാ റഫഅഹുല്ലാഹു, അള്ളാഹു അയാളെ ഉയർത്തിയിട്ടല്ലാതെ. അപ്പോ ഇതൊക്കെ ഉലമാ ഉൽ ആഖിറത്തിന്റെ അടയാളമാണെങ്കിൽ, ഉലമാ ഉൽ ആഖിറത്തിന്റെ അടയാളമാണെങ്കിൽ, ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ ജീവിക്കുന്നവരും മൺമറഞ്ഞു പോയവരുമായ പല മഹാന്മാരിലും കണ്ട അടയാളവും ആണെങ്കിൽ, വേറെ ചില ആളുകളെ നേരെ വിപരീതമായി കാണുമ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരികയാണ്, ഇവരൊന്നും അനുകരിക്കപ്പെടേണ്ടവരല്ല കേട്ടോ എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതം നന്നാക്കാനും തൗഫീക്ക് നൽകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ പലരും വരാറുണ്ടായിരുന്നു. ഒരിക്കൽ ഒരാൾ വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഇങ്ങനെ പേടിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോടും ഒപ്പമുണ്ടായിരുന്ന ആളുകളോടും പറഞ്ഞു, ഹവ്വിൻ അലൈക ഫലസ്തു ബിമലിക്കിൻ ഇന്നമാ അനബ്നു ഇംറഅത്തിൻ മിൻ ഖുറൈശിൻ തഅകുൽ ഖദീദ്. എന്തിനാണ് നിങ്ങളിങ്ങനെ പേടിക്കുന്നത്? എന്തിനാണ് നിങ്ങളിങ്ങനെ ഭയപ്പാടോടുകൂടി എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്? ഞാനൊരു രാജാവല്ല, ഞാൻ ഇന്നമാ അന ഇബ്നു ഇംറഅത്തിൻ മിൻ ഖുറൈശിൻ തഅകുൽ ഖദീദ്. സാധാരണ നിങ്ങളൊക്കെ ജീവിച്ച ഈ ഖുറൈശികളിൽപ്പെട്ട ഇവിടെ ജീവിച്ചു മരിച്ചുപോയ ഒരു സാധാരണ പെണ്ണിന്റെ മകനാണ് ഞാനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പേടിച്ചു നിൽക്കുന്ന ആളോട് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒരു സെക്കൻഡ് സഹോദരന്മാർ, ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്.
ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ തന്നെ വഹിക്കുന്നുണ്ടല്ലേ, ക്ഷമിക്കണം എല്ലാവരും. പെട്ടെന്ന് ഒരാള് വന്നതായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് നിർത്തേണ്ടി വന്നു, ക്ഷമിക്കണം. അപ്പോ മൂന്നാമത്തത്, ഒന്ന് പറഞ്ഞത് ഖശിയത്ത്, രണ്ട് ഖുശൂ, മൂന്നാമത്തത് തവാദു. ഞാൻ ചുരുക്കുകയാണ്. നാലാമത്തത് ഹുസ്നുൽ ഖുലുഖ്, നല്ല സ്വഭാവത്തിന്റെ ഉടമകളായിരിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആൽ ഇംറാനിൽ ഖാശിഈന ലില്ലാഹി ലാ യശ്തറൂന ബിആയാത്തില്ലാഹി തമനൻ ഖലീല فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الأمر فإذا عزمت فتوكل على الله إن الله يحب المتوكلين. കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ച ഈ ആയത്തുമായി നമ്മൾ അല്പം വിശദീകരിച്ചതായി പറഞ്ഞതുകൊണ്ട് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെയ്തു കൊടുത്ത വലിയൊരു അനുഗ്രഹമായിട്ടാണ് തങ്ങളുടെ സ്വഭാവത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ വിശദീകരിച്ചത്. അല്ലാഹുവിന്റെ മഹത്തായ ഔദാര്യം കൊണ്ടാണ് ജനങ്ങളോട് നല്ല സ്വഭാവത്തോടുകൂടി, അവർ ഇണങ്ങുന്ന സ്വഭാവത്തോടുകൂടി വർത്തിക്കാൻ അങ്ങേക്ക് സാധിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. ഭയപ്പെട്ട ആളോട് പറഞ്ഞല്ലോ, നിങ്ങൾ എന്തിനാണ് എന്റെ മുമ്പിൽ ഇങ്ങനെ ഭയപ്പെടുന്നത്? ഞാൻ നിങ്ങളുടെ ഇടയിൽ ജീവിച്ചു മരിച്ചുപോയ ഒരു സാധാരണ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കഴിച്ച ഒരു പെണ്ണിന്റെ മകനാണ്. ഞാൻ ഏർപ്പാടോടുകൂടെ നിൽക്കേണ്ട കാര്യമില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഒന്ന് അല്ലാഹുവിന്റെ പ്രവാചകനാണ്, അഷ്റഫുൽ ഖൽഖാണ്, അതോടൊപ്പം സഹാബത്തൊക്കെ വളരെയേറെ ആദരവോടും ഭവ്യതയോടും കൂടി കാണുന്ന ലോകത്തിന്റെ നായകനാണ്. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ മുമ്പിൽ പേടിച്ചു നിൽക്കുന്ന ആ സഹോദരനോട് ഓർമ്മപ്പെടുത്തിയത്, നിങ്ങൾ എന്റെ മുമ്പിൽ ഇങ്ങനെ ഭയപ്പാടോടുകൂടി എന്തിനാണ് നിൽക്കുന്നത് എന്നാണ്. അതോടൊപ്പം തന്നെ പറഞ്ഞു ഓർമ്മപ്പെടുത്തിയത് കൊണ്ട് മറന്നുപോയ ഒരു കാര്യം കൂടെ പറയുകയാണ്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ അനുയായികളോടുകൂടെ ഒരു യാത്രയിലാണ്. ഷാമിലേക്ക് പുറപ്പെട്ടതാണ്. മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ആ യാത്രയിലുണ്ട്. അങ്ങനെ അവർ പോകുന്ന വഴിയിൽ ഒരു ചെറിയ പുഴ കടക്കേണ്ടി വന്നു. ആ പുഴ കടക്കുമ്പോൾ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ചെരുപ്പ് തന്റെ ഒട്ടകത്തിന്റെ പുറത്തു നിന്നിറങ്ങിക്കൊണ്ട് തന്റെ ചെരുപ്പ് ഒരു വള്ളിയിൽ കെട്ടി തന്റെ കഴുത്തിൽ തൂക്കിയിട്ട് ആ ഒട്ടകത്തെയും കൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പുഴയിൽ കൂടെ ഇറങ്ങി നടന്നപ്പോൾ കൂടെയുണ്ടായിരുന്ന അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, ഇസ്ലാമിന്റെ ഖലീഫയായ അമീറുൽ മുഅ്മിനീനാണ്. ഒട്ടകത്തിന്റെ കയറും പിടിച്ചുകൊണ്ട്, ഒട്ടകത്തിന്റെ കടിഞ്ഞാണും പിടിച്ചുകൊണ്ട്, ചെരുപ്പും കഴുത്തിൽ കെട്ടിയിട്ട് സാധാരണക്കാർ പോലും ഒരു യാത്രയിൽ ചെയ്യാൻ മടിക്കുന്ന രൂപത്തിലുള്ള വളരെ ഭവ്യതയോടുകൂടിയുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്നത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒട്ടകത്തിന്റെ പുറത്തു നിന്നിറങ്ങി, ഒട്ടകത്തിന്റെ കടിഞ്ഞാണും പിടിച്ചിട്ട് തന്റെ ചെരുപ്പ് ഒരു വള്ളിയിൽ കെട്ടി കഴുത്തിലും തൂക്കിയിട്ട് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പുഴയിലൂടെ ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ച് നടന്നപ്പോൾ കൂടെയുണ്ടായിരുന്ന അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഹാനായ അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളുടെ അമീറാണ്, ഖലീഫയാണ്. ഇസ്ലാമിക രാഷ്ട്രം നടന്നു നീങ്ങുന്നത് ഇസ്ലാമിന്റെ ശത്രുക്കൾ കണ്ടാൽ നമ്മൾ കടന്നു പോകുന്നത് ഒരു ഇസ്ലാമിക
രാഷ്ട്രത്തിലേക്കല്ല. ഇസ്ലാമിന്റെ ശത്രുക്കൾ ജൂത ക്രിസ്ത്യാനികൾ ധാരാളമുള്ള പ്രദേശത്തേക്കാണ് പോകുന്നത്. അവരെങ്ങാനും അങ്ങയെ ഇങ്ങനെ കണ്ടാൽ അവർ ഇസ്ലാമിനെ അങ്ങയെ കൊണ്ട് വിലയിരുത്തില്ലേ മഹാനവറുകളെ എന്ന് മഹാനായ അബൂബൈദ തങ്ങൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖം വിവരണമായിട്ട് പറഞ്ഞു, അവ്വഹ്, മുണ്ടാതിരിക്കൂ അബൂ ഉബൈദ, വലൗ യഖുൽ ദാ ഗൈറുക അബാ ഉബൈദ ജഅൽതുഹു നകാലൻ ലി ഉമ്മത്തി മുഹമ്മദിൻ. മഹാനായ അബൂബൈദ എന്നവരെ, അങ്ങ് മഹാനായ അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു സഹാബിയാണ്, റസൂലിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ളയാളാണ്. അങ്ങല്ലാത്ത മറ്റൊരാളാണ് ഈ വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിത് ശേഷം വരാനിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമൂഹത്തിന് മുഴുവനും പാഠമാകുന്ന രൂപത്തിലുള്ള ശിക്ഷയ്ക്ക് ഞാൻ അങ്ങയെ വിധേയനാക്കുമായിരുന്നു എന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അല്പം കയർത്തുകൊണ്ട് മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനോട് സംസാരിച്ചതായി ഈ സംഭവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. എന്നിട്ട് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഹ്നു ഖൗമുൻ ഇന്നാ കുന്നാ അദല്ല ഖൗമിൻ ഫഅഅസ്സനല്ലാഹു ബിൽ ഇസ്ലാമി. നമ്മൾ വളരെ നിന്ദ്യരായ നികൃഷ്ടരായ ഒരു ജനതയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം കൊണ്ട് നമുക്ക് ഇസ്സത്ത് നൽകിയതാണ്. ഫമഹ്മാ നത്ലുബുൽ ഇസ്സ ബിഗൈരി മാ അഅസ്സനല്ലാഹു ബിഹി അദല്ലനല്ലാഹ്. അല്ലാഹു തആല നമുക്ക് നൽകിയ ഇസ്സത്തിന്റെ മാർഗങ്ങൾ വെടിഞ്ഞുകൊണ്ട് മറ്റേതെങ്കിലും മാർഗത്തിൽ ഇസ്സത്തുണ്ട് എന്ന് നടിച്ച് നാം അങ്ങോട്ട് നീങ്ങുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും നമ്മളെ പഴയ നികൃഷ്ട ജീവിത ശൈലിയിലേക്ക്, ആ നിന്ദ്യതയിലേക്ക് നമ്മളെ വലിച്ചെറിയുമെന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മപ്പെടുത്തിയതായി മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ മുഴുവൻ ജീവിതവും നമുക്ക് ഈ തരത്തിൽ വളരെയേറെ അനുകരണീയമായ സ്വഭാവത്തിന്റെ ഉടമകളായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അനുകരണീയമായ ജീവിത ശൈലി നമ്മുടെ ജീവിതത്തോട് അടുപ്പിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് സാന്ദർഭികമായി പ്രാർത്ഥിക്കുകയാണ്. അഞ്ചാമതായി മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പാരത്രിക ലോകത്തിന് പ്രാധാന്യം നൽകുന്ന പണ്ഡിതന്മാരുടെ ഉലമാ ഉൽ ആഖിറത്തിന്റെ അടയാളങ്ങളിൽ നമുക്ക് പഠിപ്പിച്ചു തന്നത് സുഹുദാണ്, അഥവാ ഭൗതിക വിഭവങ്ങളോട് ഉള്ള വിരക്തി. ഈ ദുന്യാവിന്റെ ആർഭാടങ്ങളോടുള്ള ആഗ്രഹം വെടിഞ്ഞുകൊണ്ടുള്ള ജീവിതം, ഭൗതികതയിൽ താൽപര്യാവിനെ സ്വായത്തമാക്കാനും അതിനെ വാരിക്കൂട്ടാനുമൊക്കെ ഉള്ള ഒരു തത്രപ്പാടാണ് സത്യത്തിൽ ലോകത്തിനെ തന്നെ നാശത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതു തരത്തിൽ ചിന്തിച്ചാലും ലോകത്ത് സമാധാനം നഷ്ടപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം ഭൗതികതയിലുള്ള ഈ ഭ്രമമാണ് എന്ന് ചെറിയ തലം മുതൽ വലിയ തലം വരെ കാര്യങ്ങളിലേക്ക് കണ്ണോടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുക്കള തൊട്ട് ഈ തരത്തിലുള്ള ഒരു ചിന്ത നമ്മൾ അതിലേക്ക് പോകുന്നത് നന്നായിരിക്കും. നമ്മുടെ വീട്ടിൽ ഭൗതികതയോടുള്ള അമിതമായ താൽപര്യം, സ്വന്തം ജീവിതത്തിൽ, സ്വന്തം കുടുംബത്തിന്റെ ജീവിതത്തിൽ നിന്ന് ചിന്തിച്ചു നോക്കിയാൽ മറ്റുള്ളവരുടെ അല്പം ജീവിതത്തിന് മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്ന ആളുടെ ജീവിതം കാണുമ്പോൾ ഒന്നിനും കഴിവില്ലാത്ത, സാമ്പത്തിക ശേഷിയില്ലാത്ത, അവനെപ്പോലെ വരുമാനമില്ലാത്തവനും ചിന്തിക്കുകയാണ് എനിക്കും അങ്ങനെ വേണമെന്ന്.
അയൽപക്കത്തുള്ളവന്റെ വീട് അല്പം ഒന്ന് വലുതായി കാണുമ്പോൾ നമുക്കും തോന്നുകയാണ് അങ്ങനെ വീട് വേണം, വീട് ഒരു തട്ടും കൂടിടണം. അയൽപക്കത്തുള്ളവൻ ഒരു കാറ് വാങ്ങുമ്പോൾ നമുക്ക് തോന്നുകയാണ് നമ്മളെ കാറ് പോരാ, അങ്ങനത്തെ കാറ് നമുക്കും വേണം. ഇങ്ങനെ ഈ ഭൗതികമായ അമിതമായ താല്പര്യം. എനിക്കും ഒരുപാട് ദുന്യാവ് വേണം, ദുന്യാവിന്റെ സൗകര്യങ്ങൾ ഒരുപാട് വേണം എന്നുള്ള ആഗ്രഹം. ഇത് മനുഷ്യനെ കടം വാങ്ങാനും അങ്ങനെ ആ കടത്തിലൂടെ സമാധാനം നഷ്ടപ്പെടാനും, സമാധാനം നഷ്ടപ്പെട്ട് പലപ്പോഴും ജീവിതം തന്നെ നശിപ്പിക്കാനും ഒക്കെ അത് കാരണമാകുന്നു. ഇനി അതിന്റെ മേലെ തട്ടിലേക്ക് പോയാൽ എല്ലാം തന്റേതായിരിക്കണമെന്ന ആഗ്രഹത്തിൽ നിന്നാണ് ലോകത്ത് നടന്ന മിക്കവാറും യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. ഈയിടെയായി നടന്ന ഇറാഖ് യുദ്ധമായാലും ഇപ്പോൾ നടക്കുന്ന അഫ്ഗാനിലെയും അതുപോലെ തന്നെ സിറിയയിലെയും ഫലസ്തീനിലെയും ഒക്കെ യുദ്ധങ്ങളായാലും അതിന്റെയൊക്കെ പിന്നാമ്പുറം അന്വേഷിക്കുമ്പോൾ ഇതെല്ലാം പിടിച്ചടക്കാനുള്ള വൻശക്തികളുടെ, സ്വന്തമാക്കാനുള്ള വൻശക്തികളുടെ, അയലോകത്തുള്ളവന്റെ കാറ് കണ്ടപ്പോ അതെനിക്ക് സ്വന്തമാക്കണം, അല്ലെങ്കിൽ അതിനേക്കാൾ വലുത് എനിക്ക് വേണം എന്ന് ചെറിയ തരത്തിൽ ഉള്ള ആഗ്രഹത്തിൽ നിന്ന് തുടങ്ങി. അടുത്തുള്ള രാജ്യം എന്റേതാക്കണം, അവിടെയുള്ള സൗകര്യങ്ങളൊക്കെ എനിക്ക് കിട്ടണം എന്നുള്ള ആ വലിയ ചിന്തയിൽ നിന്നാണ് ലോകത്ത് യുദ്ധങ്ങളും അസമാധാനങ്ങളുമൊക്കെ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോ സുഹുദ് മനുഷ്യന്റെ ജീവിതത്തിന് സമാധാനം ലഭിക്കാനുള്ള ഏറ്റവും വലിയ ഒരു കാര്യമാണ്. ആ സുഹുദുണ്ടാവുക എന്നുള്ളത് ജീവിതത്തിന്റെ താഴേ തലം തൊട്ട് മേലേ തലം വരെ ഉണ്ടാകേണ്ട കാര്യമാണ്. വഖാലല്ലദീന ഊത്തുൽ ഇൽമ വൈലക്കും സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സ്വാലിഹൻ വലാ യുലഖാഹാ ഇല്ല സ്വാബിറൂൻ എന്ന് സൂറത്തുൽ ഖസസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാൻ സാധിക്കും. വഖാലല്ലദീന ഊത്തുൽ ഇൽമ, ഇൽമ് നൽകപ്പെട്ടവർ പറഞ്ഞു, വൈലക്കും സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സ്വാലിഹ, അല്ലാഹുവിന്റെ പ്രതിഫലമാണ് ഏറ്റവും മഹനീയം, അതാണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്. ഈ ഭൗതികത വാരിക്കൂട്ടാനുള്ള ഈ ഭ്രമം നിങ്ങൾ ഉപേക്ഷിക്കണം എന്ന് അല്ലാഹുവിന്റെ പ്രത്യേകമായ വിജ്ഞാനം നേടിയെടുക്കാൻ സാധിച്ച, അല്ലാഹു അറിവ് നൽകിയ വിഭാഗം അവരെ ഉപദേശിച്ചു നോക്കി. വലാ യുലഖാഹ ഇല്ല സ്വാബിറൂൻ, പക്ഷേ ഇത്തരത്തിലുള്ള ആ ചിന്താഗതി മനസ്സിൽ കടത്തിവിടാൻ സാധിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമ എന്ന വലിയ അനുഗ്രഹം നൽകിയവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ക്ഷമ വേണം, ബാക്കിയുള്ളവൻ്റെത് കാണുമ്പോൾ എനിക്കും വേണമെന്നല്ല, അതിൽ നിന്ന് എന്റെ മനസ്സിനെ പിന്നോട്ട് വലിക്കാനും എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് എന്റെ താഴെയുള്ള ഒരുപാട് ആളുകൾക്ക് നൽകാത്ത വലിയ അനുഗ്രഹമാണ് എന്ന രീതിയിൽ ചിന്തിക്കാനും അവനെ പ്രേരിപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചവനാവുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ ബഹ്റൈനിലേക്ക് അവിടുത്തെ ജിസിയ പിരിച്ചെടുക്കുന്നതിന് വേണ്ടി, നികുതി പിരിച്ചെടുക്കുന്നതിന് വേണ്ടി പറഞ്ഞയച്ചു. അങ്ങനെ മഹാനായ അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ബഹ്റൈനിൽ നിന്നും വലിയ ഒരു സമ്പത്തിന്റെ കൂമ്പാരവുമായി മദീനയിലേക്ക് തിരിച്ചു വന്നു. അൻസാരികളായ ആളുകൾ മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നതറിഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിൽ തടിച്ചുകൂടി. സുബ്ഹ് നിസ്കാരത്തിന് നോക്കുമ്പോൾ പള്ളിയിൽ അസാമാന്യ ജനക്കൂട്ടം. അത് കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരം കഴിഞ്ഞ് അവരിലേക്ക് തിരിഞ്ഞിരുന്നിട്ട് ഒരു പുഞ്ചിരിയോടുകൂടെ അവരോട് പറഞ്ഞു, അളുന്നുക്കും സമയത്തും അന്ന അബാ ഉബൈദത ഖദിമ ബിശൈഇൻ മിനൽ ബഹ്റൈനി, അബൂ ഉബൈദ ബഹ്റൈനിൽ നിന്നും കുറച്ചു മുതലുമായി വന്നിട്ടുണ്ട് എന്ന വിവരം
നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും അല്ലേ? അതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് സുബഹി നിസ്കാരത്തിന് എല്ലാവരും വന്നിട്ടുണ്ടാവുക എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ സഹാബത്ത് പറഞ്ഞു, അജൽ യാ റസൂലല്ലാഹ്, അതേ റസൂലേ, അത് തന്നെയാണ് ഞങ്ങളെല്ലാവരും ഒന്ന് വന്നത്. എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുമല്ലോ എന്ന താൽപര്യത്തിൽ തന്നെയാണ്, പ്രതീക്ഷയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബ്ശിറു വഅമ്മിലു മാ യസ്സറക്കും ഫവല്ലാഹി മൽ ഫഖറ അഖ്ശാ അലൈക്കും വലാകിന്നി അഖ്ശാ അൻ തുബ്സത അദ്ദുനിയ അലൈക്കും കമാ ബുസിതത് അലാ മൻ കാന ഖബ്ലക്കും ഫതനാഫസുഹാ കമാ തനാഫസുഹാ ഫതുഹ്ലികക്കും കമാ അഹ്ലകതുഹും മുത്തഫഖുൻ അലൈഹി സദഖ റസൂലുള്ളാഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ ഒരു ഉപദേശമാണ് ആ സഹാബത്തിന് നൽകിയത്. സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ സന്തോഷിക്കൂ, നിങ്ങൾ ആഗ്രഹിച്ചോളൂ, അതിന് വിരോധമില്ല. പക്ഷേ അല്ലാഹുവാണേ സത്യം, മൽ ഫഖറ അഖ്ശ അലൈക്കും, നിങ്ങൾ ദാരിദ്ര്യം കൊണ്ട് നശിച്ചു പോകുമെന്ന് ഒരിക്കലും ഞാൻ ഭയപ്പെടുന്നില്ല. മറിച്ച് ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നത് ഒരേ ഒരു കാര്യം, ഈ ഭൗതികമായ സൗകര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വിശാലമാക്കി തരികയും അത് മുഖേന നിങ്ങൾ അല്ലാഹുവിനെ വിസ്മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും എന്ന ഭയമാണ് എനിക്ക് നിങ്ങളുടെ കാര്യത്തിലുള്ളത്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ദാരിദ്ര്യത്തിലാഴ്ത്തുകയും അങ്ങനെ നിങ്ങൾ നശിച്ചു പോവുകയും മരിച്ചു പോവുകയും പട്ടിണി കൊണ്ട് നിങ്ങൾ മരിച്ചു പോവുകയും ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ ഭയപ്പെടുന്നില്ല. മൽ ഫഖറ അഖ്ശാ അലൈക്കും വലാകിന്നെ, ഞാൻ ഭയപ്പെടുന്നത് അൻ തുബ്സത അദ്ദുനിയ അലൈക്കും, ഈ ഭൗതികതയുടെ വിശാലത അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തുറന്നു തരും. അങ്ങനെ നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സമൂഹത്തിന് അല്ലാഹു ഭൗതികമായ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുത്തതുപോലെ നിങ്ങൾക്കും അല്ലാഹു വർദ്ധിപ്പിച്ചു തരികയും പിന്നീട് അവരതിൽ മതിമറന്ന് ജീവിച്ചതുപോലെ നിങ്ങളും മതിമറന്ന് ജീവിക്കുകയും അങ്ങനെ അല്ലാഹു അത് കാരണമായി അവരെ നശിപ്പിച്ചതുപോലെ നിങ്ങളെയും നശിപ്പിക്കുകയും ചെയ്യുമോ എന്നുള്ള ഭയമാണ് നിങ്ങളുടെ കാര്യത്തിൽ എനിക്കുള്ളത്. അല്ലാതെ ദാരിദ്ര്യം കൊണ്ട് നിങ്ങളാരും മരിച്ചു പോകുമെന്ന പേടി എനിക്കില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ ഈ പറയപ്പെട്ട 5 സ്വഭാവങ്ങൾ, ഒന്നാമത്തത് അല്ലാഹുവിലുള്ള പേടി, 2 ആരാധനകളിലുള്ള ഭക്തി, 3ാമത്തത് സൽസ്വഭാവം, 3ാമത്തത് വിനയം, 4ാമത്തത് സൽസ്വഭാവം, 5ാമത്തത് ഭൗതികതയിലുള്ള അമിതമായ താൽപര്യത്തെ ഒഴിവാക്കുക അഥവാ സുഹുദ് എന്നിവയുമാണ് പാരത്രിക ലോകത്തിന് പ്രാധാന്യം നൽകുന്ന പണ്ഡിതന്മാരുടെ അടയാളം. ഇതെല്ലാം സൽസ്വഭാവങ്ങളാകുന്നു. ഇതെല്ലാം ജീവിതത്തിൽ നമ്മളെല്ലാവരും സ്വായത്തമാക്കേണ്ടതും അതിനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതുമായ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാകുന്നു എന്ന് മാത്രം എന്നെ ഉപദേശിക്കുകയും നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയും ചെയ്തുകൊണ്ട്, സമയം അതിക്രമിച്ചോ എന്നറിയില്ല, ഇടയ്ക്കൊരു 2 മിനിറ്റ് എനിക്ക് മൈക്കിൽ നിന്ന് പോകേണ്ടി വന്നതിന് നിങ്ങളോട് ഒരിക്കൽ കൂടെ ക്ഷമ ചോദിച്ചുകൊണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിൽ വല്ല തെറ്റുകളും വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പുറത്തു തരട്ടെ, അത് എന്റെ തെറ്റാണ്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഇത് കേൾക്കാൻ ചെലവഴിച്ച ഈ സമയത്തെ ജീവിതത്തിലെ വിലപ്പെട്ട സമയങ്ങളിൽ ഉൾപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. പാരത്രിക ലോകത്ത് പുണ്യം കിട്ടുന്ന സൽക്കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തി അല്ലാഹു തആല സ്വീകരിക്കട്ടെ. മീസാൻ എന്ന തുലാസിൽ നന്മതിന്മകൾ തൂക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഭാരമേറിയ അനുകൂലമായ അമലായി നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഭവപ്പെടുത്തി തരട്ടെ. പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ജീവിതത്തോടടുപ്പിക്കാൻ എനിക്കും നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. കേവലം പറഞ്ഞ് കേവലം കേട്ട് പോകുന്ന ആളുകളിൽ നിന്ന് മാറി ജീവിതത്തെ ഇതുമായി ബന്ധിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. اللهم اجعلنا ممن يسمعون القول فيتبعون أحسنه. اللهم علمنا ما ينفعنا وانفعنا بما علمتنا. اللهم ذكرنا ما نسينا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر وارحم آباءنا وأمهاتنا كما ربونا صغارا. توفنا وأهلنا ومن تعلق بنا مسلمين وألحقنا وإياهم بالصالحين. آمين برحمتك يا أرحم الراحمين.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് ജാഫർ സാഹിബൊക്കെ എത്തിയിട്ടുണ്ട്. ഉമർ കൊളത്തൂരുണ്ട്. മാഷാ അല്ലാഹ്. എന്തായാലും അൽഹംദുലില്ലാഹ് വളരെ മനോഹരമായിട്ട് നമ്മുടെ ഇന്നത്തെ ബുശ്റാഖ് മുൽയൂമിൻ ഉസ്താദ് ശംസുദ്ദീൻ ഫൈസി ഉസ്താദ് അവർ കുവൈത്തിൽ നിന്നും നമുക്ക് വളരെ മനോഹരമായിട്ട് നല്ല ഒരു ക്ലാസ്സാണ് എടുത്തത്. ഏതായാലും നമ്മുടെ ഉമർ കൊളത്തൂർ സാഹിബ് അദ്ദേഹം റൈസാൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. മൈക്കിലേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ ഫൈസി ഉസ്താദിന്റെ സംസാരം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അൽഹംദുലില്ലാഹ് വളരെയധികം ഉപകാരപ്രദമായ ഒരു ക്ലാസ്സും കൂടിയാണ് ഇന്നത്തോടുകൂടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതാനും ഉസ്താദിന്റെ ശ്രദ്ധയിലേക്കായിട്ട് ഒരു കാര്യം ചോദിക്കുകയാണ്. അടുത്ത കാലത്ത് ഒരു സുഹൃത്തുമായി സംസാരിക്കാൻ ഇടവന്നപ്പോൾ, പ്രത്യേകിച്ച് ആ സുഹൃത്ത് ത്വരീഖത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന ഒരു നല്ല സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ ഷെയ്ഖിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ വിവരമനുസരിച്ച് പല കാര്യങ്ങളും അദ്ദേഹം എന്നോട് പറയാറുണ്ട്, പങ്കുവെക്കാറുണ്ട്. അക്കൂട്ടത്തിൽ ശക്തമായി അദ്ദേഹം പറയുന്നൊരു കാര്യം, അള്ളാഹുവിനോടുള്ള ഖൗഫ് അല്ല വിഷയം, മറിച്ച് അള്ളാഹുവിനോടുള്ള ഹുബ്ബാണ് വിഷയം. ഖൗഫ് എന്നൊരു കാര്യം അവരുടെ ലിസ്റ്റിലെ ഇല്ലാത്തതുപോലെ, മറിച്ച് അള്ളാഹു സ്നേഹമാണ്, അള്ളാഹുവിനോടുള്ള ഹുബ്ബാണ് വേണ്ടത്, അത് മാത്രമാണ് വേണ്ടത് എന്നുള്ള നിലക്ക് എന്റേതായ ഉള്ള ഇൽമ വെച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ രണ്ടും വേണ്ടതാണ്, രണ്ടും വേണ്ട കോലത്തിൽ വേണ്ടാണെന്നൊക്കെ എനിക്ക് തോന്നിപ്പാറുണ്ടെങ്കിൽ പോലും ഉസ്താദ് അതിന് വ്യക്തമായൊരു മറുപടി തരികയാണെങ്കിൽ വളരെ സന്തോഷമായിരുന്നു. ഖൗഫ്, റജാ, ഹുബ് ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ടുള്ള ഒരവസ്ഥ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചോദിക്കുന്നത് ബഹുമാനപ്പെട്ട ഉമർ കൊളത്തൂരാണ്. അതിന് മറുപടി ബാക്കിയുള്ളവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഏതായാലും നിങ്ങൾ പറഞ്ഞ തന്നെ അതിന്റെ മറുപടി ഉണ്ട്. അത് ചോദിച്ചത് തരീഖത്തുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണല്ലോ ചോദിച്ചത്. ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ, ഖൽബുൽ മുഅ്മിനി ബൈനൽ ഖൗഫി വർ റജാഇ. മുഅ്മിനായ മനുഷ്യന്റെ ഖൽബ് എപ്പോഴും വേണ്ടത് ഒരു സാധാരണക്കാരനായ ആളുകളെ നമ്മൾ രണ്ടായി കാണണം. ഒന്ന് സാധാരണ തരീഖത്തനുസരിച്ച്, സാധാരണ ശരീഅത്തനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ. ഇപ്പൊ നമ്മളൊക്കെ അതിൽപ്പെട്ട ആളുകളാണ്. പിന്നെ തരീഖത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതിൽ മുഴുകി ഉള്ള ആളുകളൊക്കെ നമുക്ക് വളരെ വിരളായിട്ടേ കാണാൻ സാധിക്കുള്ളൂ, തീരല്ല എന്നല്ല. അതിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രവേശിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്ക് അവരുടെ ശൈഖന്മാർ നൽകുന്ന നിർദ്ദേശങ്ങൾ. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരീഅത്തിന്റെ ശൈലിയാണ്. ശരീഅത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഖൽബുൽ മുഅ്മിനി ബൈനൽ ഖൗഫി വർ റജാഇ. ഒരു മുഅ്മിൻ എപ്പോഴും അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തന്നെ ജീവിക്കണം. കാരണം അവന്റെ ജീവിതം എപ്പോഴും ഈ ഭൗതിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു സാധാരണ മനുഷ്യൻ ജീവിക്കുക. അങ്ങനെയാകുമ്പോൾ അവനൊരുപാട് തെറ്റുകൾ വന്നുപോകും, ഹറാമുകൾ തന്നെ സംഭവിച്ചു പോകും. ഹറാമുകൾ തന്നെ സംഭവിച്ചു പോകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിക്കണം. എന്നാൽ തരീഖത്തുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നവർക്ക് അവരുടെ ശൈഖന്മാർ നൽകുന്ന നിർദ്ദേശം, ഇത് അള്ളാഹുവിലേക്ക്
അടുത്ത ഒരു ടീമിന്റെ ജീവിത ശൈലിയാണ്. അള്ളാഹുവിന്റെയൊക്കെ അടുത്ത ജീവിത ഖൗമ് എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുവിന്റെ ആരിഫീങ്ങളാണ്. അവരുടെ ജീവിത ശൈലി, ആരിഫീങ്ങൾ എന്ന് പറഞ്ഞാൽ കറാഹത്ത് പോലും ചെയ്യാത്ത ആളുകളാണ്. കറാഹത്ത് പോലും ചെയ്യാത്ത ആളുകളാണ്. അവർക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഖൗഫല്ല ഉണ്ടാകുക. സ്വാഭാവികമായും അവർക്ക് അള്ളാഹുവിനുള്ള സ്നേഹമാണ്. ആ സ്നേഹം കൊണ്ടാണല്ലോ അവർക്ക് ഇവിടെ എത്തിയത്. അതുകൊണ്ട് ആ ദർജയിലേക്ക് എത്തിയാൽ പിന്നെ സ്നേഹമാണ് ഉണ്ടാകുക. അതേസമയത്ത് അപ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്തിലും അള്ളാഹുവിന്റെ ഹുബ്ബിലും മാത്രമായിരിക്കും അവരുടെ ചിന്ത. അത് വർദ്ധിപ്പിക്കാനുള്ള ശ്രമം തന്നെയാണ് അവർ നടത്തുന്നതും. അത് തരീഖത്തുമായി ബന്ധപ്പെട്ട് തുടങ്ങിയാൽ അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിത ശൈലിയാണ്. അതേസമയത്ത് സാധാരണ ശരീഅത്തനുസരിച്ച്, അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യൻ ശരീഅത്തനുസരിച്ച് എന്ന് പറഞ്ഞുകൂടാ, ശരീഅത്തനുസരിച്ചാണെങ്കിൽ തെറ്റ് ചെയ്യൂലല്ലോ. അപ്പൊ തെറ്റുകളിലൊക്കെ മുഴുകി നടക്കുന്ന ഒരു സാധാരണ മുഅ്മിനിന്റെ ജീവിത ശൈലി, അവൻ അള്ളാഹുവിനെ ഭയപ്പെട്ട് തന്നെ ജീവിക്കണം. അവൻ അള്ളാഹുവിന്റെ ഇങ്ങനെ ജീവിച്ചാൽ അള്ളാഹു എന്നെ ശിക്ഷിക്കൂലേ എന്നുള്ള ഭയപ്പാടുണ്ടാകുന്നതോടൊപ്പം എന്നാലും അള്ളാഹു എന്റെ തൗബ സ്വീകരിക്കാതിരിക്കില്ല എന്നുള്ള പ്രതീക്ഷയും തന്നെയാണ് ഒരു മുഅ്മിന്റെ ജീവിതത്തിൽ വേണ്ടത്. എന്നാൽ നേരത്തെ ഒന്നുകൂടെ ആവർത്തിച്ചു പറയുന്നു, തരീഖത്തുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ ശ്രമം നടത്തുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ തീർച്ചയായും ഹറാമിൽ നിന്നൊക്കെ വിട്ടുനിന്ന് സുന്നത്തുകൾ വർദ്ധിപ്പിച്ച് കറാഹത്ത് പോലും വരാതെ ശ്രദ്ധിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ്. അവർക്ക് അള്ളാഹുവിന്റെ ഹുബ്ബ് അല്ലെങ്കിൽ റഹ്മത്ത് അതിൽ തന്നെയാണ് പ്രതീക്ഷയുണ്ടാവുക. അത് അദ്ദേഹം പറഞ്ഞത് ആ ഒരു മാർഗത്തിലുള്ള തരീഖത്തിന്റെ ശൈലിയിലുള്ള ജീവിതത്തിലേക്ക് പ്രവേശിച്ചാലുണ്ടാകുന്ന ഒരവസ്ഥയാണ്. പക്ഷെ നമ്മളൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഇപ്പോ ഈ മശായിഖന്മാരുമായൊക്കെ ബന്ധപ്പെട്ട് തുടങ്ങുമ്പോൾ തന്നെ അവൻ ആരും ഒരു ഷെയ്ഖും വലിയൊന്നും ആവണില്ല. ആദ്യമായി മശായിഖന്മാരൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത് കുറെ തബറുക്കിനുള്ള അദ്കാറുകളും ഔറാദുകളും മാത്രമാണ്. അപ്പൊ തന്നെ അവൻ ആരൊക്കെ ആയി എന്ന് തോന്നുന്നു. നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ കൂട്ടുകാരനെ കുറിച്ചല്ല പറയുന്നത്, സാധാരണ ഒരു പറഞ്ഞ കൂട്ടത്തിൽ പറയാന്ന് മാത്രമാണ്. അപ്പോ ഔറാദുകൾ എന്ന് പറയുന്നത് ആദ്യമായി മശായിഖന്മാരിൽ നിന്ന് കിട്ടുക അത് തബറുക്കിനുള്ള ഔറാദുകളും മറ്റുമായിരിക്കും. അതോടെ അവൻ ഈ തരീഖത്തിൽ പ്രവേശിച്ചു എന്നൊന്നും കരുതിക്കൂടാ. ആ രീതിയിൽ അവൻ അള്ളാഹുവിനെ ഭയപ്പെടണ്ട എന്നൊന്നോട്ട് പറയാനും പറ്റൂല. എന്നാൽ തരീഖത്തിൽ മുഴുകിയ ഒരു മനുഷ്യൻ, തരീഖത്തിൽ മുഴുകി എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതം പരിപൂർണമായി അള്ളാഹുവിന് സമർപ്പിച്ചു എന്നാണ് അർത്ഥം. അവൻ അള്ളാഹുവിലേക്കുള്ള ആ വഴി കണ്ടെത്തി. അവൻ അള്ളാഹുവിലേക്കുള്ള വഴി കണ്ടെത്തി. തരീഖത്ത് എന്ന് പറഞ്ഞാൽ അതാണല്ലോ, അള്ളാഹുവിലേക്കുള്ള വഴി കണ്ടെത്തി. ഇനി അവനാ ഹഖീഖത്ത് എന്ന മുത്തെടുക്കേണ്ട പണിയുള്ളൂ. അപ്പൊ അള്ളാഹുവിലുള്ള ഹുബ്ബ് വർദ്ധിക്കുമ്പോഴാണ് ആ മുത്ത് കിട്ടുക. ശരീഅത്തനുസരിച്ച് ജീവിക്കുന്നവൻ അങ്ങനെയല്ല. ഓന്റെ വഴി എന്നെപ്പോഴും ലെവലായിട്ടില്ല. ഓ അങ്ങനെ ആടി ഉലയുന്ന ഒരു ബഹറിലാണ്, കാറ്റും കോളുമുള്ള ഒരു ബഹറിലാണ് അവന്റെ സഞ്ചാരം. അവന്റെ വഴി കൃത്യമായിട്ടില്ല. ആ രൂപത്തിലാണ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് എന്റെ ചെറിയ വിവരത്തിനനുസരിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഞാൻ ഇങ്ങനെ മറുപടി പറയാനൊന്നും ഒരു അർഹതയുള്ള ആളല്ല, അതും കൂടെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വലിയ ചോദ്യമൊന്നും ചോദിക്കരുത്. ഞാൻ എന്റെ ചെറിയ വിവരത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയും. തരീഖത്തുമായിട്ടൊക്കെയുള്ള ബന്ധപ്പെട്ട ചോദ്യം എന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയ ചോദ്യമാണ്. അതൊക്കെ നമ്മളെ മഹാന്മാരായ ഉസ്താദുമാരോടൊക്കെ ചോദിക്കാം. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷമുണ്ട് ഉസ്താദിന്റെ വിശദീകരണം. ഏതായാലും ഉസ്താദ് ഉദ്ദേശിച്ച പോലെ തന്നെ അതല്ലെങ്കിൽ വലിയ എന്താ പറയാ ത്വരീഖത്തുമായി ബന്ധപ്പെട്ട് വലിയ നിലയിലെത്തിയ ആളുകൾക്കുള്ള ബന്ധമല്ല, മറിച്ച് ആ ഒരു മേഖലയ്ക്ക് കടക്കുമ്പോൾ തന്നെ അവർക്ക് കിട്ടുന്ന നിർദ്ദേശങ്ങളായിരിക്കണം ഒരുപക്ഷെ അങ്ങനെ ചിന്തിപ്പിച്ചിട്ടുണ്ടാവുക. ഏതായാലും അതിലേക്ക് കടന്നു പോകേണ്ട ആവശ്യവുമില്ല. ഏതായാലും ഒരു വിശദീകരണം, അതിൽ നിന്ന് തൃപ്തികരമായ ഒരു വിശദീകരണം വേണമെന്നുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്, വളരെയധികം സന്തോഷമുണ്ട്. ഉസ്താദിനോടൊക്കെ ചോദിക്കാൻ കഴിയുന്ന ചോദ്യങ്ങൾ തന്നെ ഞങ്ങൾക്ക് ചോദിക്കാനും കഴിയുള്ളൂ. അത് അത്തരത്തിലൊന്നും ഉസ്താദ് ബേജാറാക്കേണ്ട ആവശ്യമില്ല. ഏതായാലും അൽഹംദുലില്ലാഹ്, ബുശ്റാക്കുൽ യൗമിലെ ഇന്നത്തെ സ്വഭാവത്തിന്റെ മഹത്വത്തെക്കുറിച്ചുള്ള ഉസ്താദിന്റെ
ഗഹനമേറിയ പ്രഭാഷണം കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ഉടനെ വരണം. അതല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് അവസാനിപ്പിച്ച് മറ്റുള്ള പരിപാടിയിലേക്ക് നീങ്ങേണ്ടി വരുമെന്ന് തോന്നുന്നു. ഏതായാലും അർഹമായ പ്രതിഫലം ഉസ്താദിനും അത് കേട്ടവർക്കും അല്ലാഹു നൽകട്ടെ. എല്ലാവരും നന്ദിയും രേഖപ്പെടുത്തുകയാണ്. അടുത്ത പരിപാടി ഇൻഷാ അല്ലാഹ് മറ്റു പരിപാടികളൊന്നുമില്ലെങ്കിൽ ചോദ്യങ്ങളൊന്നുമില്ലെങ്കിൽ അതിന്റെ സോങ് ആയിരിക്കും ഇൻഷാ അല്ലാഹ്. ഏതാണ് റഹ്മത്തുള്ള റൈസാൻഡ് ചെയ്തിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. بشراكم اليوم بشراكم اليوم بشراكم اليوم بشراكم اليوم إيمان الإسلام إحسان مريان ഒത്തുചേരാം നമുക്കീ വഴിത്താരയിൽ ബുശ്റാകുമുൽ യൗം ബുശ്റാകുമുൽ യൗം ബുശ്റാകുമുൽ യൗം ബുശ്റാകുമുൽ യൗം. തൂബലനാ ഹത്തിൻ യഖീനേ തൂവെളിച്ചം കാട്ടിയ ദീനിൻ യഖീനേ തൂബലനാ ഹത്തിൻ യഖീനേ തൂവെളിച്ചം കാട്ടിയ ദീനിൻ യഖീനേ. അതവിൽ നമുക്കനിപ്പെഴുതാം അഹ്ലൻ വസഹ്ല ബുശ്റാകുമുൽ യൗം ജന്നത്തിന്റെ പൂർണ്ണ ജമാല. തൂബലനാ 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 ഹത്തിൻ യഖീനേ തൂവെളിച്ചം കാട്ടിയ ദീനിൻ യഖീനേ തൂബലനാ ഹത്തിൻ യഖീനേ തൂവെളിച്ചം കാട്ടിയ ദീനിൻ യഖീനേ. ഉള്ളിലിമാനിൻ വിളക്ക് കത്തി നിൽക്കണം ഉള്ളറിഞ്ഞ ദീൻ ഇസ്ലാമിൽ ലയിക്കണം. ഉള്ളിലിമാനിൻ വിളക്ക് കത്തി നിൽക്കണം ഉള്ളറിഞ്ഞ ദീൻ ഇസ്ലാമിൽ ലയിക്കണം. ഇറയോനെ നേരിൽ കാണും പോലെ പിന്നെ മുനാജാ ഇറയോനെ നേരിൽ കാണും പോലെ പിന്നെ മുനാജാ. ഇഹ്സാനിൽ സർവം വിലയം പ്രാപിച്ചേറ്റി ദരജ. തൂബലനാ 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 ഹത്തിൻ യഖീനേ തൂവെളിച്ചം കാട്ടിയ ദീനിൻ യഖീനേ തൂബലനാ ഹത്തിൻ യഖീനേ തൂവെളിച്ചം കാട്ടിയ ദീനിൻ യഖീനേ. അഹ്ലു സുന്നത്തിന്റെ സൽസംഹാവിൽ ചേരുവാൻ അറിവ് കൊണ്ട് അമലുകൾ ഖബൂൽ തുടർത്തുവാൻ. അഹ്ലു സുന്നത്തിന്റെ സൽസംഹാവിൽ ചേരുവാൻ അറിവ് കൊണ്ട് അമലുകൾ ഖബൂൽ തുടർത്തുവാൻ. അവരാറ് ചേർന്ന് നാളെ സ്വർഗലോകം പുൽകുവാൻ. അവരാറ്